പ്രധാനമായും മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഇതാണിപ്പോൾ വേറെ പലരുണ്ട്. ആ പ്രധാനികൾ ഈ മൂന്നാണ്. ഈ വിഭാഗം മനസ്സിലാക്കിയ റസൂൽ ആരാണ്? അത് രേഖ ഞാൻ വായിക്കുമ്പോഴേക്ക് സമയം ഞാൻ ഉദ്ദേശിച്ചതിന് തികയാതെയായി പോവും. അവരെയൊക്കെ പഠിപ്പിക്കുന്ന പാഠപുസ്തകവും അതേപോലെ തന്നെ അവർ പുറത്തിറക്കിയ ലേഖനങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതിലൊക്കെ ശരിക്കും അള്ളാഹിൻ്റെ ഹബീബാകുന്ന നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം മോശമാക്കാനും എത്രത്തോളം ചെറുതാക്കാനും കഴിയുമോ അത്രത്തോളമൊക്കെ അതെല്ലാം ചെയ്തുകൊണ്ടാണ് ചെറിയ കുട്ടികളെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് അവർ വളർത്തിയെടുത്തുകൊണ്ടിരിക്കണം. ഉദാഹരണത്തിന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പത്രം, ആ പത്രത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഷബാബ് എന്ന് പറയുന്നത്. ആ ഷബാബ് എന്ന് പറയുന്ന പത്രം ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു. അതിൻ്റെ മുമ്പ് അവരെ മദ്രസയിലെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ, നമ്മൾ എന്തിനാ ഇപ്പോൾ സുന്നി മദ്രസയിലേക്ക് തന്നെ മക്കളെ പറഞ്ഞു വിടുന്നത്? തൊട്ടടുത്ത് മുജാഹിദ് മദ്രസയുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, വേണമെങ്കിൽ തബ്ലീഗിൻ്റെയും ഇപ്പോൾ ഇനി ഒരു ചെറിയ കശപിശ നടക്കുന്നുണ്ട്. അത് ഫുള്ള് പറയാനായിട്ടില്ല. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തബ്ലീഗ് ജമാഅത്തുകാർ മാത്രം ഇറക്കിയ ചില പുസ്തകങ്ങളുണ്ട്. ഞാൻ ഈ IEBA എന്ന് പറയും, ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നമ്മുടെ പുസ്തകങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി തമിഴ്നാട്ടിലൂടെ കറങ്ങിയപ്പോൾ ബോധ്യപ്പെട്ടു അമലിയാത്ത് എന്ന് പറഞ്ഞ ദീനിയാത്ത് എന്ന് പറഞ്ഞ സാധനം തബ്ലീഗുകാർ അവിടെ വിതരണം ചെയ്തു കൊടുക്കുന്നത്. അത് കേരളത്തിലേക്കും പ്രവേശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരു ഭാഗം തബ്ലീഗുകാർ അതിനെ എതിർക്കുകയും അതിനകത്ത് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെറിയ സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് മുജാഹിദിൻ്റെ പാഠപുസ്തകം പാഠം 8 പ്രവാചകന്മാരിൽ ഉള്ള വിശ്വാസം. മുജാഹിദിനെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകം നമ്മളിതൊക്കെയാണെങ്കിൽ അറബിയിലാണല്ലോ ഉണ്ടാവുക. ഞാൻ മുമ്പ് പറയാറുണ്ടായിരുന്നു, നമ്മളെ പുസ്തകം അവരെ പുസ്തകം നമ്മളെ മാറ്റം. നാം ഉദുവിൻ്റെ ഫർളുകൾ 6 ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ മുജാഹിദ് ഉസുവിൻ്റെ ഫർസുകൾ എന്നാ പഠിപ്പിക്കാം, ജമാഅത്തുകാർ ഉദുവിൻ്റെ ഫർദുകൾ എന്നാ പഠിപ്പിക്കാം. ഉദു ശരിയല്ല, ഉസു ശരിയല്ല, ഉദു അതാണ് അതിൻ്റെ ശരി. അങ്ങനെ ശരിയല്ല. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ കുരുക്കൾ നെഞ്ഞത്ത്, രണ്ടും പറ്റൂല. കളരിക്കകത്താകണം, കുരുക്കൾ നെഞ്ഞത്ത് വിട്ടാവണം. അപ്പൊ ഉസു അല്ല, ഉദു അല്ല, ഉദു ഇതാണ് ശരി. അപ്പൊ അവരെ പുസ്തകത്തിൽ പറയുന്നു പാഠം 8 പ്രവാചകന്മാരിൽ ഉള്ള വിശ്വാസം. മനുഷ്യ ജീവിതം ഇഹലോകത്തോടു കൂടെ അവസാനിക്കുന്നില്ല, മരണശേഷവും മറ്റൊരു ലോകത്ത് നാം എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും. അതാണ് പരലോകം, ആഖിറം എന്ന് പറയുന്നത്. എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാ, ഭൂമിയിൽ അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചതു മുതൽ തന്നെ അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി പ്രവാചകന്മാരെയും അവൻ അയച്ചിരുന്നു. എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. നിങ്ങൾ വിശദീകരിക്കേണ്ടതില്ല. ആദം നബി മുതൽ മുഹമ്മദ് റസൂലുള്ള വരെയുള്ള എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. അങ്ങനെ വന്നാൽ ജിബ്രീൽ എങ്ങനെ കാണാൻ കഴിയോ? മലായിക്കത്തുമായി ബന്ധപ്പെടാൻ കഴിയോ? മുഅ്ജിസത്ത് ഉണ്ടാവുമോ? നോക്കിക്കോ നിങ്ങൾ. അള്ളാഹുവിന്റെ മുത്തനബി നമ്മൾ ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ, ചെറിയ മക്കൾ മദ്രസയിൽ കാല് വയറുമായി ചെല്ലുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധന ഇത്. പിന്നെ ആ മക്കൾ സ്വലാത്ത് ചൊല്ലുമോ? അവർ നബിദിനം കഴിക്കുമോ? ആലോചിച്ചോ നിങ്ങൾ. തീർന്നിട്ടില്ല. ഇത് ചെറിയ ക്ലാസ്സിലെ മദ്രസയിൽ പഠിപ്പിക്കും. എന്നിട്ട് ഇത് വലിയ ആളുകളാകുമ്പോഴേക്ക് ഒരുപക്ഷെ മാറിയെങ്കിലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ് 988 ഫെബ്രുവരിയിലെ ശബാബ്, പ്രവാചകന്മാർ മനുഷ്യർ തന്നെ, ഹെഡിങ്. എന്നിട്ട് അതിന്റെ ഷറഹിൽ സാധാരണ മനുഷ്യ പ്രകൃതി ഉള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ പറ, ഒറിജിനൽ മുസ്ലിം ആവുമോ? സ്വർഗത്ത് പോകുമോ? അള്ളാന്റെ റസൂല് പറയാ, ഇന്നി ലസ്തു മിഥലക്കും, ഞാൻ നിങ്ങളെപ്പോലെ അല്ല. അല്ലേ? അള്ളാന്റെ റസൂല് പറയുന്നു, ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, നിങ്ങൾ ഒരാളെപ്പോലെയും അല്ല. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പക്ഷേ വഹാബി പറയുന്നു എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യരായിരുന്നു, സാധാരണ മനുഷ്യരെ പോലെ കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സാധാരണ മനുഷ്യനാകുമ്പോൾ എന്നാ പിന്നെ നമ്മളൊക്കെ എത്ര വലിയ മുന്തിയ ആളുകളായാലും ഇടയ്ക്ക് ചില തെറ്റൊക്കെ നമ്മളിൽ വരൂലേ, അബദ്ധങ്ങളൊക്കെ വരൂലേ? സെയിം മുഹമ്മദ് നബിക്കും വരും എന്നാ പറയുന്നത്. ഇത്
1971 ഓഗസ്റ്റ് ലക്കത്തിലെ സൽസബിയിൽ മുജാഹിദിന്റെ അതിൽ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. എല്ലാ പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണ് എന്ന് കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുന്നവരായിരുന്നു. അവ നമ്മളൊക്കെ തെറ്റ് ചെയ്യും പോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളും തെറ്റു ചെയ്യും എന്നാണ് മുജാഹിദ് മതം. അതാ സാധാരണക്കാരൻ ക്ഷമിക്കണം. അത് ഇടുന്നതിന് മുമ്പ് 1-2 ഉദ്ധരണിയും കൂടെ. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം. ഇതൊക്കെ നമ്മൾ പേര് കേൾക്കുമ്പോൾ തോന്നും മുജാഹിദ് വേറെ, ജമാഅത്ത് വേറെ, തബ്ലീഗ് വേറെ. അത് പേരിൽ വേറെ തോന്നുന്ന സംഗതിയൊക്കെ ഒന്നാ. അത് പുട്ട്, ഇടിയപ്പം, വെള്ളപ്പം, നൂലപ്പം എന്നൊക്കെ പറയും. പത്തിരി, ദോശ, ഇഡ്ഡലി ഇതൊക്കെ പറയും. ഏതോ സാധനം. എല്ലാത്തിൻ്റെ മാതം എന്താ? അരി, ഉപ്പ്, വെള്ളം. ഇതൊക്കെ നിങ്ങൾ ഏറെ വന്നാലും എഴുന്ന് കൂട്ടാണ്ടാവും. ഇത്രയേ ഉള്ളൂ. പക്ഷെ കാണുമ്പോൾ അത് തമിഴ്നാട്ടിൽ കൊണ്ട് കടന്നാൽ ദോശ ഇത്തിരി വലിപ്പമുള്ളതാ, ചീന്നും പറ. അതേ സമയത്ത് ഇഡ്ഡലിയോ അത് ലേശം ഉരുണ്ടിട്ടാണ്. അതാണെങ്കിൽ ഹാവിയിൽ വന്നവന് അങ്ങനെയാണ്. പുട്ടാണെങ്കിൽ അത് വേറൊരു മോഡലാണ്. അത് ഉണ്ടാക്കുന്നത് തന്നെ ഫറൂഖ് ഓട്ട് കമ്പനി പോക്കയിൽ മോഡൽ വേറെ സാധനത്തിലാണ്. പത്തിരിയാണെങ്കിൽ ഇത്തിരി നൈസായിട്ടാണ്. നിങ്ങൾ ഇവിടെ വന്നാൽ പത്തലും, കട്ടിപ്പത്തലും, ചട്ടിപ്പത്തലും, കുഞ്ഞിപ്പത്തലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സംഗതി പേര് പലതാണെങ്കിലും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഒന്നാ. ഇതേപോലെ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് ഇതൊക്കെ പറയുമ്പോൾ പലതാണെങ്കിലും നിറഞ്ഞാൽ പിന്നെ കോഴിയുടെ തൂവലൊന്ന് എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് പലയിടത്തും നോക്കുകൊണ്ട് നിങ്ങൾ 2 പള്ളിയുണ്ട് ഒരു സ്ഥലത്ത്. ഒരു പള്ളി സുന്നിയുടേതാണ്, മറ്റൊരു പള്ളിയോ മുജാഹിദോടെ വരും, ജമാഅത്തും വരും, തബ്ലീഗും വരും. എന്തേ? എല്ലാ കുല്ലും യമീലുലാ മർക്കസി, എല്ലാം അതിൻ്റെതായ കേന്ദ്രത്തിലേക്ക് പോകും. അങ്ങനെ ഉണ്ടാവുക. ഈ തത്വപ്രകാരം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം, ആ പ്രബോധനത്തിൽ 81 ഡിസംബറിൽ എഴുതുന്നു കേട്ടോളൂ. മുഹമ്മദ് നബി അബ്ദുള്ള എന്ന പുരുഷന്റെയും ആമിന എന്ന സ്ത്രീയുടെയും മകനായിട്ടാണ് ജനിച്ചത്. സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അദ്ദേഹവും ജനിച്ചത്. വളർന്നു വലുതായതും അങ്ങനെ തന്നെ. മുൻ പ്രവാചകന്മാരെ പോലെ അദ്ദേഹം പ്രവാചകനെ നിയോഗിക്കപ്പെട്ടു. അള്ളാഹുവിന് അവധി എത്തിയപ്പോ സാധാരണ മനുഷ്യന് മരണപ്പെടുന്നത് പോലെ അദ്ദേഹവും മരണപ്പെട്ടു. സിമ്പിൾ പ്രവാചകൻ. ഇത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പ്രവാചകനാണോ? ആണോ? ആ പ്രവാചകൻ ജനിക്കുമ്പോൾ സാധാരണ പോലെയാണോ ജനിച്ചത്? ഗർഭം ധരിച്ചത് സാധാരണ പോലെയാണോ ഗർഭം ധരിച്ചത്? പ്രസവിച്ച് ഭൂമിയിലേക്ക് വീണത് സാധാരണ കുഞ്ഞിനെ പോലെയാണോ? ശാരീരിക ഘടനയിൽ സാധാരണ കുഞ്ഞിനെ പോലെയാണോ? നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയാണോ വളർന്നത്? വയസ്സിനനുസരിച്ചാണോ വളർച്ച ഉണ്ടായത്? സംസാരം തുടങ്ങാൻ 4 വർഷം കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അതിന് മുമ്പ് റസൂലുള്ള 3-ാമത്തെ മാസവും 4-ാമത്തെ മാസവും സുഖമായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? സുജൂദ് വീണ് കൈ പൊക്കിയിട്ടാണോ റസൂലുള്ള ജനിച്ചത്? ആ റസൂലുള്ള ജനിക്കുന്ന സമയത്ത് ലോകത്ത് അത്ഭുതങ്ങൾ നടന്നോ? ഇബ്ലീസ് കരഞ്ഞോ? കിസ്റ കൈസറിന്റെ കോട്ട കൊത്തളങ്ങൾ വരച്ചോ? ബിംബങ്ങൾ തലകുത്തി മറിഞ്ഞോ? തറദ്ദാലി മൗലൂദിൻ അല്ലാഅത്ത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റഗ്ബി സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയതി വലദതുഹു മഖ്തൂനം വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. മുത്തുനബി ജനിച്ചു വീഴുമ്പോ ചേലാക്രമം ചെയ്യപ്പെട്ട രീതിയിലല്ലേ ജനിച്ചു വീണത്. സാധാരണ ഗർഭിണികൾക്കുണ്ടാകുന്ന അസ്വാരസ്യങ്ങളൊന്നും തന്നെ എന്നെ ബാധിച്ചിട്ടില്ല. എനിക്ക് പ്രസവ വേദന വന്നിട്ടില്ല. എനിക്ക് ചില ആഘോഷമായ ചില വസ്തുക്കളൊക്കെ കാണിക്കപ്പെട്ടു എന്ന് ആമിന ബിവി പറഞ്ഞതായി അൽ ബിദായത്തു വൻ നിഹായ എന്ന കിതാബ് നോക്കിക്കോ, താരിഖുൽ ഉമമി വൽ മുലൂക്ക് നോക്കിക്കോ, സുബുൽ ഹുദാ വർ റഷാദ് നോക്കിക്കോ, മവാഹിബുൽ ലദുന്നിയ നോക്കിക്കോ, സീറത്തുൽ നബി നോക്കിക്കോ, ഇബ്നു ഹിശാം നോക്കിക്കോ. അക്കാലഘട്ടത്തിലെ ചരിത്രം രേഖപ്പെടുത്തി വെച്ച എല്ലാ
ഗ്രന്ഥങ്ങളും പറയുന്നത് അഷ്റഫുൽ ഖൽഖിന്റെ ജനനം അതൊരു അത്ഭുതം തന്നെ. റസൂലുള്ളാഹിന്റെ ജനനത്തിന്റെ മുമ്പ് പ്രവചനങ്ങൾ പലതും വന്നിട്ടില്ലേ? വേദങ്ങളില്, തൗറാത്തിൽ വന്നില്ലേ, ഇഞ്ചിലിൽ വന്നില്ലേ, ഭവിഷ്യ പുരാണത്തിൽ വരെ വന്നില്ലേ? സമന്വിതം മഹാമത ഇതിഖ്യാത ശിഷ്യശാഖ സമന്വിതം വന്നില്ലേ? റസൂൽ ജനിക്കുമെന്ന പ്രവചനം. എന്റെ പ്രവചനം വന്നോ? പത്തപ്പിരിയത്തെ മല്ലക്കുട്ടിക്കാക്കയുടെ മാമനെത്താത്തയുടെ മകനായി നാലാമത്തവൻ ജനിക്കുന്നു അബ്ദുൾ റഷീദ് എന്ന എവിടെയെങ്കിലും പ്രവചനം വന്നോ? പത്തപ്പിരിയത്തെ എന്റെ സഖാഫി മഞ്ചൽ എന്ന ഇപ്പോഴത്തെ അന്നത്തെ വീട്ടിൽ പ്രസവിച്ചു വീഴുമ്പോ വല്ല മരവും പൊഴിഞ്ഞു വീണോ? വല്ല മേഘവും തടലിട്ടോ? നിങ്ങളെ പറ്റി പറഞ്ഞ ഈ ലേഖനം എഴുതിയ ജമാഅത്ത് ഇസ്ലാമി മൗദൂദിയുടെ ഏതെങ്കിലും ജനത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായോ? ഇല്ല എങ്കിൽ ഇത് മുസ്ലിങ്ങളുടെ നബിയല്ല, അല്ല പറഞ്ഞേച്ച നബിയല്ല. ആ റസൂൽ അതുല്യനാണ്, ആ റസൂൽ വ്യതിരിക്തനാണ്, ആ റസൂലുള്ളാഹി തങ്ങൾ തീർത്തും തന്നെ എല്ലാ നിലക്കും അസാധാരണത്വമുള്ള പ്രവാചകനാണ്. പക്ഷേ മുജാഹിദിനെ പോലെ ജമാഅത്ത് ഇസ്ലാമി പറയുന്നു സാധാരണ മനുഷ്യരാ. നോക്കിക്കോ, ഇനിയിപ്പോൾ ഉള്ളത് തബ്ലീഗ് ജമാഅത്താണ്. അവരെ പറ്റി അധികം ഞാൻ പറയണില്ല, എന്നാ പറയാതിരിക്കണില്ല. ഇത് തബ്ലീഗ് ജമാഅത്തുകാരുടെ അതുണ്ടാക്കിയ ആള് ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഇല്യാസ് റ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയതാണ്. വഹാബി പ്രസ്ഥാനത്ത് ഉണ്ടാക്കിയത് അബ്ദുൽ വഹാബാണ്. ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയത് സയ്യിദ് അബ്ദുൽ അല മൗദൂദിയാണ്. തബ്ലീഗ് ഉണ്ടാക്കിയത് മൗലാന മുഹമ്മദ് ഇല്യാസ് കാന്തലവിയാണ്. നമ്മൾ ഡൽഹി മർക്കസിലെ പള്ളി ഉണ്ടാക്കിയ ആ വല്യപ്പാരെ പേരക്കുട്ടി ഉണ്ടാക്കിയതാണ്. അയാൾ പറഞ്ഞ വാമൊഴികൾ രേഖപ്പെടുത്തിയ കിതാബാണ് മൽഫൂസാത്ത്. ഇത് ഉറുദുവിലായതുകൊണ്ട് ഞാൻ അധികം ഉദ്ധരണികൾ പറയുന്നില്ല. അതേ സമയത്ത് ഇതിൻ്റെ 90-ാമത്തെ പേജ് ഞാൻ വായിക്കാം. ചെറിയൊരു വരിയുള്ളൂ, ആശയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറയാം. ഇത് പറയുന്നത് എന്താ നിങ്ങൾ കേട്ടോളൂ. ഫർമായ അംബിയ അലൈഹിസ്സലാത്തു വസ്സലാം ബാവജൂദ് കെ മാസൂമർ മഹ്ഫൂസ് ഹൈ. അമ്പിയാക്കന്മാർ സത്യത്തിൽ പാപസുരക്ഷിതത്വം മറ്റും നേടിയ ആളുകളാ. ഈ ആളുകളോട് പ്രബോധനം ചെയ്യാനുള്ള തത്വങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ ശരിയാ, ലേക്കിൻ ഒരു ബട്ട്. സംഗതിയൊക്കെ ഓക്കെയാണ്. നമ്മൾ പറയല്ലേ, ഉമ്മ വല്ല കറിയൊക്കെ വെച്ചു, ചോറ് എന്താ മോനെ, അല്ലെങ്കിൽ പുതിയാപ്പിള വന്ന പുതിയാപ്പിളോട് എന്താ ഭക്ഷണം, വളരെ ഉഷാറാ ഫുഡ്, ബിരിയാണിക്ക് വളരെ സൂപ്പറായിട്ടുണ്ട്, പക്ഷേ ഉപ്പ് രസം കൂടിപ്പോയി. പോയില്ലേ, കാര്യം പോയി. ആ ഉപ്പ് കൂടിയത് പറയാനാണ് ആദ്യം അത് ചെയ്ത്. വളരെ ഉഷാറായിട്ടുണ്ട് എല്ലാം പക്ഷേ ഉപ്പ് രസം കൂടി പോയില്ലേ ബിരിയാണിയുടെ ടേസ്റ്റ്. ഇതൊക്കെ പറയും. ഇനി പറയുന്നത് കേട്ടോ, ലേക്കിൻ പക്ഷേ ജബ് ഉൻ താലിമാത്തു ഹിദായത്ത് की तबलीग में हर तरह लोगों से मिलना जुलना और उनके पास आना जाना होता है तो അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഈ വിവരങ്ങൾ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടാണ് അത് ക്ലീനാക്കിയിരുന്നത്. അപ്പൊ പൊതുജനങ്ങളെ നന്നാക്കാൻ നിയോഗിക്കപ്പെട്ട റസൂലുള്ള, ആ റസൂലിനെ നന്നാക്കാൻ ജനങ്ങൾ അടിയിലേക്ക് പോകുമ്പോ റസൂലുള്ള സ്വയം ചീത്തയായിരുന്നു. ഒകിങ്ങള് പിന്നെ ഇപ്പൊ തബ്ലീഗിനെ പറയണോ? ഇതാണ് തബ്ലീഗ് ജമാഅത്ത്. ഇതിപ്പോ ഞാനിവിടെ വരയായിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇനി വാമൊഴിയായിട്ടൊന്ന് കേൾക്കുക. ആദ്യം മുജാഹിദിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുക. അവര് മനസ്സിലാക്കിയ റസൂലുള്ള ഏതാ. ഞാനിത് ആരെയും പ്രകോപിപ്പിക്കാനല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല. അതേസമയം റബീഉൽ അവ്വലിൽ മൗലിദ് നടത്തിയിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തൊരു മാസം, അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തൊരു മാസം. അള്ളാഹു തആല കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു ദിവസം 5ഉം 8ഉം മൗലിദുകൾക്ക് നമ്മൾ എത്തിയില്ലേ അല്ലേ? സുബൈക്ക് ഉറക്കൊഴിച്ച് നമ്മൾ മൗലിദ് ഓതിയില്ലേ, ആട്ടിനെ അറുത്തില്ലേ, പോത്തളിച്ച് കൊടുത്തില്ലേ, ഒരുപാട് ചെലവഴിച്ചില്ലേ. ഇതൊക്കെ ഒന്ന് ഉപകാരപ്പെടണ്ടേ? ഉപകാരപ്പെടണമെങ്കിൽ ഇതിനെ നിശിതമായി എതിർക്കുന്നവരെ മാനസികമായിട്ട് വെറുക്കെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ ചില ഷുഗറിന്റെ ആളുകളുണ്ട്, ഗുളിക അങ്ങനെ കഴിക്കും, ജിലേബി അങ്ങനെ കയറ്റും ചെയ്യും. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗുളിക ഫലപ്രദമാവണമെങ്കിൽ മധുരം ഉപയോഗിക്കാതിരിക്കണം, എന്നിട്ട് ഗുളിക ഉപയോഗിക്കണം. ഇത് ഗുളിക കഴിക്കുകയും ചെയ്യും, ജിലേബിയും പായസവും ഹലുവയും നന്നായി കയറ്റും ചെയ്യും. അങ്ങനെയാകുമ്പോൾ അത് വേണ്ടതുപോലെ ഫലം കിട്ടൂല. അപ്പം ആ ഫലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓപ്പോസിറ്റ് ടീം ആരാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കാൻ. നിങ്ങളൊരു മേക്കെട്ടുകാരനൊന്നും ഞാൻ പറയണില്ല, അടിച്ചു പൊളിക്കാൻ ഞാൻ പറയണില്ല, പക്ഷെ മനസ്സിലാക്കിയിട്ട് വെക്കുക. ആഹാ, ഇതാണ് വർഗം അല്ലേ.
അപ്പൊ അതിന് വേണ്ടി ഒന്ന് ആ മുജാഹിദിന്റെ ആദ്യം ഇട്ടോട് കുറച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ക്ലിയർ ഇട്ടില്ലേ? കാണുന്നത് ക്ലിയർ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ആ പ്രയോഗം നോക്കിങ്ങൾ, അത് അക്ബർ മൗലവിയാണ്. എല്ലാ മതങ്ങളും ഒക്കെ ആയിട്ട് മുഖാമുഖം നടത്തി അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ മൗലവിയാ പറയുന്നത് അറബി പയ്യൻ. എന്തുവാകട്ടെ പദപ്രയോഗം ഞാൻ അവിടെ പിടിക്കുന്നത്, ബാക്കിയല്ല. ബാക്കിയുണ്ട്, അത് വേണ്ടത് വിട്ടേക്ക്. റസൂലുള്ളാഹിനെ കുറിച്ച് ഒരു അറബി പയ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രയോഗം? ഒന്നേ ഞാൻ ഉദ്ദേശിച്ചേക്കാൾ നമുക്ക് നീണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ഇട്ട് കൊടുക്കും. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്. പച്ചയായ ഒരു മനുഷ്യൻ, ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി പ്രവർത്തിച്ച്, മനുഷ്യനായി ചിന്തിച്ച്, മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യൻ. എന്താ അങ്ങനെ പറയേണ്ട ആവശ്യം? അള്ളാന്റെ ഹബീബിനെ കുറിച്ച് എന്തോ മനസ്സിലാക്കി പോവും, ആ ബേജാറാ. നേരെ മറിച്ച് ഇമാം ബൂസൂരി പറഞ്ഞ എന്താണ്? നിങ്ങൾ എന്തും പറഞ്ഞോളൂ റസൂലുള്ളാഹിനെ കുറിച്ച്, പക്ഷെ ക്രൈസ്തവര് പറഞ്ഞതുപോലെ പറയണ്ട. ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് അങ്ങനെ പറയണ്ട. അടിമയാണ്, പ്രവാചകനാണ്, അവിടെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എത്രയും പുകഴ്ത്താം. ഇതാണ് ശരി. പക്ഷെ ഇവർക്ക് പച്ചയായ മനുഷ്യനാണ്. ഇതിനടുത്ത് രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക. മലപ്പുറത്തുകാരനാണ്, അല്ല മയമാക്കാതുള്ള പ്രയോഗം നടത്തുന്നത് അങ്ങനെയാണ്. അതായത് പച്ച മലയാളം, അതൊരു കേവലം ഒരു മുഹമ്മദ് ക, ഒരു മുഹമ്മദ് ക. എന്താപ്പാ പ്രയോഗേ? ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ കേട്ടാൽ വേണ്ട. നമ്മളെ മകനെ വിളിച്ചിട്ട് എൻ്റെ മോൻ, ആ മോൻ വിളിച്ചിട്ട് പറയാ അബ്ദുൾ റഷീദിന്റെ മകനാണ് ഞാൻ എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ സംഗതി വാക്കിയാണ്. എൻ്റെ പേര് അബ്ദുൾ റഷീദാണ്. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ മോൻ അബ്ദുൾ റഷീദിന്റെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥ ഉണ്ടാവും. എന്താ ആലോചിച്ചു നിങ്ങൾ? എങ്കിൽ പിന്നെ ആ മക്കളെക്കാൾ ഉപ്പയേക്കാൾ വലിയ പദവിയുള്ള നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചൊക്കെ ഈ കോലത്തിൽ പറഞ്ഞാൽ ഇത് സുഹൈർ ചുങ്കത്രയാണ്. അതിന് മുമ്പ് പറഞ്ഞത് നമ്മളെ ബാലുശ്ശേരിയാണ്, വിജയ് ബാലുശ്ശേരി. ഇനിയല്ല നബിയല്ല, മൂസാക്ക. ആരാണ് മൂസ സാഹിബ്? നബി മൂസ നബി അല്ല, പിന്നെ ഒരു കാക്കയും പിന്നെ ഒരു സാഹിബും. ആലോചിക്കോള് ഉമ്മമാരെ, നമ്മളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മറ്റൊക്കെ പറഞ്ഞു വിടുമ്പോഴേ അവിടെ പോയി സ്കൂളും കിട്ടും, അതേപോലെ തന്നെ മദ്രസയും കിട്ടും. ഖുർആൻ ഏതായാലും കണക്കല്ലേ? ഏത് മദ്രസയിൽ പഠിച്ചാലെന്താ, ഏത് കോളേജിൽ പഠിച്ചാലെന്താ, ഒക്കെ കണക്കല്ലേ? കണക്കല്ല. ഒരു കോളേജിൽ പഠിച്ചാൽ ഇങ്ങനെ കാക്കമാർ വിശ്വസിക്കും, മറ്റൊരു കോളേജിൽ മുഹമ്മദ് റസൂലുള്ളാഹിമാർ വിശ്വസിക്കും. രണ്ടും മാറ്റാണ്. രണ്ടും നല്ല കടലും കടലാടും തമ്മിൽ മാറ്റമുണ്ട്, നല്ല അന്തരമുണ്ട്. മനസ്സിൽ ചിന്തിച്ചോ. ഇതാണിപ്പം മുജാഹിദ് പഠിപ്പിച്ചുണ്ടാക്കി. ജമാഅത്ത് ഇസ്ലാമിന്റെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. ഞാൻ ഈ കോലത്തിൽ പഠിപ്പിച്ചുണ്ടാക്കിയാൽ ആ ആളുടെ പിന്നെ മദ്ഹ് ചെയ്യാൻ, ആ ആളുടെ മദ്ഹും മഹത്വവും പറയാൻ, ആ ആളുടെ ജന്മദിനം ആഘോഷിക്കാൻ, ആ ആളുടെ മൗലിദ് ഓതാൻ പിന്നെ ലോകത്ത് ആളെ കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കിട്ടൂല, അക്കാര്യം ഉറപ്പാ. അതുകൊണ്ടാണ് ഈ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും അതേപോലെ തന്നെ തബ്ലീഗുകാരും എല്ലാവരും റസൂലുള്ളാഹി തങ്ങളെ പുകഴ്ത്തുന്ന രീതിയിൽ ഉള്ള മൗലിദ് ആഘോഷവും മൗലിദ് അടക്കമുള്ള എല്ലാ പരിപാടികളെയും വേണ്ടെന്ന് പറയും. അത് തെറ്റെന്ന് പറയും. ഇങ്ങനെ കേവലം സാധാരണക്കാരൻ മനുഷ്യനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത് എന്നാണ് ആ പറച്ചിൽ തബ്ലീഗുകാരും പറയും. മുജാഹിദ് പിന്നെ ഏതായാലും പറയുന്ന ഉറപ്പാണ്. ജമാഅത്ത് ഇസ്ലാമിയും പറഞ്ഞിരുന്നു. ഈ വർഷം ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അതിന്റെ മുമ്പ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അവർ മുനാഫിക്കുകളാണെന്ന് പറഞ്ഞാൽ അക്കൂട്ടൽ ടോപ്പാ. ഞാൻ എന്തുകൊണ്ടാണ്? ഗ്രിപ്പ് ഉണ്ടാകുന്നതിന്റെ മുമ്പ്, ആളുകളെ കിട്ടുന്നതിന്റെ മുമ്പ് എല്ലാറ്റിനും അവർ നമ്മളെ കൂടെ കൂടും, എല്ലാറ്റിനും കൂടും. അങ്ങനെ കൂടിയിട്ട് പിന്നെ ക്രമേണ വസ്വാസം ഉണ്ടാക്കും.
അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, റബീഉൽ അവ്വൽ വേണോ, 12-ന് വേണോ എന്നൊക്കെ ചോദിച്ച് വസ്വാസുകൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സ്വന്തം ആസ്ഥാനം കിട്ടിയാലോ ആ പരിപാടി പാടെ ഉപേക്ഷിക്കും. ഇതാ തബ്ലീഗ് ജമാഅത്ത്. പല സ്ഥലത്തും ചെല്ലുമ്പോൾ എനിക്കൊക്കെ ആദ്യം വലിയ പ്രയാസമായിരുന്നു. ഉസ്താദ് ആ പറയുന്ന തബ്ലീഗ് ജമാഅത്ത് അല്ലല്ലോ ഇവിടെ ഉള്ളത്. അവർ മൗലൂദിന് ഇരിക്കുന്നുണ്ടല്ലോ, ഹത്താദ് ചെല്ലുന്നുണ്ടല്ലോ, മരിച്ചെടുത്ത് വന്ന് ഓതുന്നുണ്ട്, ദ്വാരക്കുന്നുണ്ടല്ലോ, ഖുർആൻ ഓതുന്നുണ്ടല്ലോ. ഞാൻ കുടുങ്ങുകയാണ്. ഞാൻ പറഞ്ഞു അവർ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. തബ്ലീഗിന്റെ തത്വം ഇതാണ്. പക്ഷെ ജനങ്ങളെ പൊട്ടിസാക്കാൻ വേണ്ടി മരിച്ചെടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ദ്വാരക്കുമ്പോൾ ഓ തബ്ലീഗിന്റെ പള്ളിയിലെ ഇമാമ അപ്പം നമ്മൾ തമ്മിൽ കുഴപ്പമില്ലല്ലേ എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. മൗലൂദിൽ കൂടുമ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മളൊരു മീനെ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിടുമ്പോൾ ഇര കോത്ത ശേഷം ഇട്ടുകൊടുത്താൽ മീൻ കൊത്തിയാൽ പെട്ടെന്ന് ഭരിക്കൂലോ, അങ്ങനെ കൊടുക്കും. അങ്ങനെ ഏകദേശം ആയുധ കട അപ്പോഴാണ് ഭരിക്കുക. അപ്പോഴേക്ക് സംഗതി കഴിഞ്ഞിട്ടുണ്ടോ. ഇതേപോലെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ കൂടിത്തരും. ഞാൻ ഇപ്പോൾ പരിസരത്തൊക്കെ മുമ്പൊക്കെ വരുന്ന സമയത്ത് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ മൗലൂദിനെതിരാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഉറുദു പുസ്തകം വായിക്കാറുണ്ടായിരുന്നു. ഫത്താവ റഷീദിയ. അതിന് ചോദ്യമുണ്ട്, ഇന്നിഖാദ്യ മജ്ലിസെ മൗലൂദ് ദുരുസ്ത് ചെയ്യാനഹി, മൗലൂദ് നടത്തല് ശരിയോ തെറ്റോ? അപ്പൊ അതിന് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് റഷീദ് അഹമ്മദ് ഗോങ്കി കൊടുത്ത മറുപടി എന്താണ്? ഇന്നിഖാദ്യ മജ്ലിസെ മൗലൂദ് ഹർ ഹാൽ നാ ജായിസ് ഹേ, ഒരു നിലക്കും അനുവദനീയം അല്ല എന്നാണ്. പക്ഷേ 1, 2, 3 തബ്ലീഗുകാർ നാട്ടിലൊരു മഹലിലാവുമ്പം നമ്മുടെ കൂടെ അവരിങ്ങനെ കൂടും. എന്തേ? ബഹിഷ്കരിക്കപ്പെടാതിരിക്കാൻ. അതേ സമയത്ത് അവർക്ക് ചാൻസ് കിട്ടിയാലോ അതിനെ എതിർക്കും. രണ്ടും ഞാൻ കാണിച്ചു തരാം. ആദ്യമായി തബ്ലീഗ് ജമാഅത്തിന് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള നേതാവാണ് ചെറൂപ്പ് അബുൽ ഖൈർ മൗലവി. ഞാനുമായി ഒന്നുള്ള വേദിയിലൊക്കെ നേർക്കുനേരെ കൊമ്പ് കോത്താളാണ്. ഈ ചെറൂപ്പ് അബുൽ ഖൈർ മൗലവിയോട് ഒരു ചോദ്യം ചോദിച്ചു, മൗലിദ് ഓതുന്നതിനെ പറ്റി എന്താ തബ്ലീഗ് ജമാഅത്തിന്റെ അഭിപ്രായം? അയാൾക്കറിയാം പെട്ടെന്ന് മൗലിദ് ഓതൽ തെറ്റാണെന്ന് പറഞ്ഞാൽ അപ്പൊ വഹാബികളും ജമാഅത്ത് ഇസ്ലാമി നിങ്ങളൊക്കെ ഒന്നാണല്ലേ എന്ന് സാധാരണക്കാർ പറയും. അത് പേടിച്ചിട്ട് അയാൾ തെറ്റാണെന്ന് പറഞ്ഞില്ല. എന്നാ പിന്നെ പുണ്യകരമാണ്, മൗലിദല്ലേ, ഓതിക്കോളൂ. അപ്പൊ പിന്നെ സുന്നീസായിട്ട് വരും. അപ്പൊ തബ്ലീഗ് ഉണ്ടാക്കിയത് വെറുതെയാവും. അപ്പൊ അയാൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വേണ്ടണം അങ്ങനെ ആ പരിപാടി. അത് പുയ്യാപ്പിള വന്ന് ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പൊ ഇരിക്കുന്ന സമയത്ത് ചോറ് അത്യാവശ്യം കൊണ്ടുവന്നൊക്കെ ഇട്ട് കൊടുത്തി. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെയും ലേശം കിട്ടിയാൽ കഴിക്കാൻ പുയ്യാപ്പിളക്ക് ഉണ്ട്. പക്ഷേ അമോശൻ ചോദിക്കാതെ ഇട്ട് കൊടുത്താൽ കുടുങ്ങുന്നുണ്ട്. അപ്പൊ ചോറിങ്ങനെ ലേശം കൂടി ഇടുകയല്ലേ, വേണ്ടണം എന്താ ചെയ്യാ, എന്താപ്പ ചെയ്യാ, എടുക്കുക ചെയ്യാ, ഇടുക ചെയ്യാ, കുടുങ്ങുകയാണ്. ഇതേപോലെ തബ്ലീഗിന്റെ നേതാവിന് ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ ഒഴിഞ്ഞു കഴിഞ്ഞൊരു മറുപടി ഒന്ന് കേട്ടോളൂ. തബ്ലീഗിന്റെ അജണ്ടയിൽ പരിപാടിയിൽ ഇപ്പൊ മൗലൂദ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അമലാണ്, നിസ്കാരം എന്ന് പറഞ്ഞ നിശ്ചിത അമലാണ്. അപ്പോ സക്കാത്തിനെ പറ്റി എന്താ നിസ്കാരത്തിന്റെ അഭിപ്രായം എന്ന് ചോദിക്കും പോലെയാണ് ആ വിഷയത്തിനെ പറ്റി തബ്ലീഗിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത്. തബ്ലീഗ് എന്ന് പറയുന്ന നബി സാഹിബ് ചെയ്ത അവന്റെ അതേ രീതിയിൽ തന്നെ നടക്കുന്ന പ്രവർത്തനമാണ് ഇവൻ നടക്കുന്നത്. അത് അതിൻ്റെതായ ഗസ്റ്റും താലീമും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക. അതല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദി അവിടെ ഇല്ല. അരി എത്രയെന്ന് ചോദിച്ചപ്പോൾ പയറഞ്ഞാഴീന്ന മറുപടി. അരി എത്ര എന്നാ ചോദ്യം, മറുപടി പയറഞ്ഞാഴീന്ന്. ഇപ്പൊ ചോദിച്ചതിന് മറുപടി കിട്ടിയോ? മുമ്പ് കണക്കെടുപ്പിന് വേണ്ടിയിട്ട് വീട്ടിൽ വന്നപ്പോ ഒരു മകനെ നിൽക്കുന്നുണ്ട്. മോനെന്നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അത് ഖുദ്ദൂസ എന്നാണ്. എന്താ പിന്നെ പേര് തിരിയും. ഓക്കെ, നിന്റെ വയസ്സത്ത് 11 ക്ലിയർ. അതേസമയത്ത് അവനോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? എന്റെ പേര് ഈ വീട്ടിലെ ഉപ്പുപ്പാന്റെ പേരാ. ഓ അങ്ങനെ, അതെ, ഉപ്പുപ്പാന്റെ പേരെന്താ മോനെ? അത് എൻ്റെ പേരാ. ഇപ്പൊ ആൾക്ക് പേര് തിരിഞ്ഞോ? ഏത് ഈ കണക്കെടുക്കാൻ വന്ന അംഗനവാടി ടീച്ചർക്ക് പേരെഴുതണ്ടേ? അയാളുടെ പേര് ചോദിച്ചപ്പോ എൻ്റെ പേരെന്താ? എൻ്റെ പേര് ഈ വീട്ടിൽ ഉപ്പുപ്പാന്റെ പേരാ. ഓക്കെ, നല്ലതാ മോനെ. ഉപ്പപ്പാന്റെ പേരെന്തായിരുന്നു? അതെ, എൻ്റെ പേരാ. തിരിഞ്ഞോ? കാര്യം തിരിഞ്ഞപ്പോ ഇവിടെ ചോദ്യം തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവിനോട് മൗലിദ് ഓതാൻ പറ്റുമോ ഇല്ലേ? യെസ് ഓർ നോ? അത് ഓതാൻ പറ്റുമെങ്കിൽ ഓക്കെ. എന്താ പ്രവാചകരുടെ മധുരല്ലേ, കീർത്തനങ്ങളല്ലേ, എന്താണ് അതിന് കുഴപ്പം എന്ന് ചോദിച്ചാൽ ആൻസറായി. അല്ല ഇനി തബ്ലീഗിന്റെ പക്ഷത്തുനിന്ന് കൊണ്ടാണെങ്കിലോ നോ, അങ്ങനെ പ്രവാചകൻ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, മഹദീസുകൾ ചെയ്തിട്ടില്ല, ഉത്തമകാലത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തെറ്റാണ് എന്നങ്ങോട്ട് പറഞ്ഞാൽ തബ്ലീഗ് ജമാഅത്തായി.
പക്ഷെ അവിടെ നിഫാക്ക് കളിച്ചു. വേണ്ടണം, സംഭവം വേണ്ടണം. നിങ്ങൾ ഇത് അത് നിസ്കാരത്തെ കുറിച്ച് ഇപ്പോൾ സക്കാത്തിനോട് ചോദിക്കും പോലെയാണ്. രണ്ടും തെറ്റല്ലേ? സക്കാത്തിനോട് എങ്ങനെ ചോദിക്കാറാ? സക്കാത്തിനോട് എങ്ങനെ? സക്കാത്ത് എന്താ സാധനം? നിങ്ങൾ പറ. ഇതാണ് തബ്ലീഗ് അറിയാതെ ഉരുട്ടി കൂട്ടുകയാണ്. എന്താണ് സക്കാത്ത്? അതൊരു കർമ്മല്ലേ? ആ കർമ്മത്തിനോട് എങ്ങനെ നമ്മൾ ചോദിക്കുക നിസ്കാരം എന്താന്ന്? അതിന്റെ വിട്ടിട്ടല്ലേ? നോക്കിക്കോ നിങ്ങൾ, മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്ന്. സംഭവം ഇതാണ്. സംഭവം ഇതാണ് തബ്ലീഗ് ജമാഅത്ത്. അതിന് ഉള്ളറകളിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. കാരണം സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു വഹാബിയാണെങ്കിലും അവനെ പെട്ടെന്ന് തിരിച്ചറിയും. എന്തേ? തല മറിച്ചിട്ടുണ്ടാവൂല, അതൊക്കെ കുപ്പായായിരിക്കും, തസ്ബീഹ് ഉണ്ടാകൂല, വേറെ മുടല കണ്ടാത്തന്നെ ഇടിയേറ്റത്ത് എങ്ങനെ മുകളിലേക്ക് നോക്കിയത് പോലെ ഒത്തേക്ക് നോക്കിയാൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഡിസോർഡർ ആയിട്ട് പട്ട തങ്ങി കിടക്കുന്നുണ്ടാവും, ഇവിടെ കരുത്ത് നിൽക്കുന്ന അങ്ങനെ തിരിയും. ജമാഅത്ത് ഇസ്ലാമിയും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. തലമറക്കലോ തലയിൽ കെട്ടോ തൊപ്പിയോ ഒന്നും ഉണ്ടാവില്ല. തബ്ലീഗ് ജമാഅത്ത് നേരെയാണ്. നല്ല സുന്നി വേഷം അല്ലേ? നല്ല ജുബ്ബയുണ്ടാകും, നീണ്ട താടി ഉണ്ടാകും, തലയിൽ തൊപ്പിയോ തലപ്പോവോ ഉണ്ടാകും, കണ്ടാൽ നല്ല സുന്നിയ. ഉള്ളാണെങ്കിലോ അവിടെ വിഷയം, അവിടെയാണ് വിഷയം. ഏത്? ഉള്ളിൽ ഭയങ്കര, അകത്ത് കത്തിയും പുറത്ത് പത്തിയും. അതാ ശരി. അകത്ത് കത്തിയും പുറത്ത് പത്തിയും. പുറത്തിങ്ങനെ കൈനീട്ടി സ്വീകരിക്കുക, പക്ഷെ ഉള്ളിലുള്ള കത്തി കിഡ്നി എടുക്കാൻ വേണ്ടിയാ. അത് നമുക്കറിയില്ല, ഇതറിയില്ല. ഇനി അതാ നമ്മളെ ആൺ സുഹൃത്തിന് പെണ്ണ് കഷായം കൊടുത്തില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ തടി നന്നാക്കാൻ കൊടുത്ത കഷായമായിരുന്നു അത്. അതേപോലെ തന്നെ ജ്യൂസ് അടിച്ചു കൊടുത്തു, പക്ഷെ സംഗതി വിഷമായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ചെറുപ്പക്കാരോട് ഞാൻ പറയാ, പെൺസുഹൃത്തൊക്കെ ഉള്ളവർ നല്ലോണം ശ്രദ്ധിച്ചോളി. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ വാർത്ത വായിച്ചപ്പം. കാരണം മൂല്യമാര് വളർന്നു പറഞ്ഞിട്ടും പ്രേമം നിർത്തണില്ല, ഉസ്താദ്മാര് വളർന്നു പറഞ്ഞിട്ടും ഇറങ്ങിക്കൊണ്ടോ നിർത്തണില്ല. എല്ലാം ഇനി 4 സ്ഥലത്ത് അങ്ങനെ ചെല്ലട്ടെ. ജ്യൂസിൽ വിഷം, അതേപോലെ തന്നെ ഫോണിൽ വിഷം. അങ്ങനെ അപ്പോ ഒന്ന് ചിന്തിക്കും, വാപ്പ ഇമ്മേനോട് സമ്മതം ചോദിച്ചിട്ട് പ്രേമിക്കാന്നല്ലേ? വാപ്പ ഇമ്മയും പറയും, മോനെ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കണ്ട, കല്യാണം കഴിച്ചിട്ട് മട്ടം പോലെ പ്രേമിച്ചോ. ആ വിഷയമല്ല, തൃപ്തി മാറരുത്. നിസ്കരിച്ചിട്ട് ഓത് കൊടുക്കല്ലേ വേണ്ട, ഓത് കൊടുത്ത് നിസ്കരിക്കുക. അപ്പോൾ കല്യാണം കഴിച്ച് പ്രേമിക്കുക, പ്രേമിച്ച് കല്യാണം കഴിക്കരുത്. ഇന്ന് നേരെ തിരിച്ചാ. കല്യാണം കഴിക്കുന്നവരേ പ്രേമം, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ക്രോധം, പിന്നെ കുടുംബ കോടതി, അങ്ങനെ വിഷയം ഇരിക്കട്ടെ. വിഷയം മാറിപ്പോൾ അത് കുടുംബജീവിതം പറയേണ്ടതാണ്. അതിന് വേറെ വിളിച്ചു, അപ്പം ഞാൻ മട്ടം പോലെ പറഞ്ഞുതരാം. ഇവിടെ സമയം നഷ്ടപ്പെട്ടു. ഇവിടെ ഏതാ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്? തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത് അകത്ത് കത്തിയാണ്, പുറത്തു പത്തിയാണ്. ഇതിനാണ് മുനാഫിഖ് എന്ന് പറയുക. അല്ലെങ്കിൽ അയാൾക്ക് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ മൗലൂദ് ഓതൽ തെറ്റാണ്? അതാണല്ലോ ഫത്താവ റഷീദിയയിൽ അവർ വലിയ നേതാവ് എഴുതി വെച്ചു, ഹർ ഹൽ നാ ജായിസ് ഹേ. ഒറിജിനൽ എൻ്റെ ബാഗിൽ ഉണ്ട്. ചിലത് ഈ വിഷയം അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ അതൊക്കെ കരുതാറുണ്ട്. ഇൻ കേസ് എങ്ങാനും പുഴ വറ്റിപ്പോയാൽ, തുടലറ്റും പോയാൽ കടി പറ്റിയിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും വേണമെന്ന് തോന്നിയാൽ കാണിച്ചു കൊടുക്കാൻ രേഖയുമായിട്ട് പോകാറുള്ളത്. പക്ഷെ അത് ഞാൻ നോക്കി വായിക്കുമ്പോഴേക്കും പിന്നെ സമയം വൈകുന്നു പേടിച്ചിട്ടാണ്. അപ്പൊ ചുരുക്കത്തിൽ തബ്ലീഗ് ജമാഅത്തിന്റെ അടിസ്ഥാന തത്വം മൗലിദ് പാടില്ല എന്നാണ്. ഇത് ഞാൻ കിതാബെന്ന് മാത്രം മനസ്സിലാക്കിയതല്ല, പ്രാക്ടിക്കലി ഇവരുടെ ലോകത്തെ പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങൾ ഞാൻ നേരിട്ട് പോയിട്ടുണ്ട്. എൻ്റെ ഫോട്ടോസ്റ്റാറ്റ് അല്ല, ഞാൻ തന്നെ പോയിട്ടുണ്ട്. തബ്ലീഗ് ജമാഅത്ത് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ദയ്യുബന്ധല ഇപ്പൊ പത്രത്തിലൊക്കെ വന്നില്ലേ, അനധികൃതമായിട്ട് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞ് സർക്കാർ പൊളിക്കാൻ നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞ പത്രത്തിലൊക്കെ വന്ന ആ മദ്രസ, അതിൽ 2 ഗ്രൂപ്പുണ്ട് തബ്ലീഗ്. 2 സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് കൊറോണയുടെ കേന്ദ്രം എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടായല്ലോ, ഡൽഹിയിലെ മസ്ജിദ് നിസാമുദ്ദീൻ. അവിടെ ഞാൻ എത്രയോ ദിവസം പോയി ക്ലാസ് പങ്കെടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടിയാണ്. അവിടെ നിന്നൊക്കെ കിട്ടി വിവരമനുസരിച്ച് മാല, മൗലൂദ്, ഹദ്ദാദ്, റാത്തിബ്, കുത്തുബിയത്ത്, ഇതൊന്നും എല്ലാം അലർജിയാണ്. ഏതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ മുജാഹിദിനെ പോലെ. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് വെള്ളപ്പം, ഒന്ന് ദോശ, ഒന്ന് ഇഡ്ഡലി, ഒന്ന് പുട്ട്, ഒന്ന് പത്തിരി, ഒന്ന് പത്തൽ. സംഗതി എല്ലാം ഒന്നാണ്. അത് പക്ഷേ ഇപ്പോൾ പറയാതെ വ്യംഗ്യമായി വെച്ചു. എന്നാൽ നിങ്ങൾ ഇനി ഞാൻ ഒരു പക്ഷേ ക്ലിപ്പ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലിപ്പ് പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലിപ്പ് താളെ പരിചയം ഉണ്ടാവും, ചിലപ്പോൾ ആ സ്ഥലം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും എന്നെക്കാളും. ഇനി കേട്ടോളൂ, ഈ വർഷം അവർ ആ വിഷയം തുറന്നു പറഞ്ഞു ഒന്ന് കേട്ടോളൂ. പുതിയതേതല്ലോ അതേ മതി. നമ്പർ എഴുതിയ നിങ്ങൾ സുബൈർ കൗസറിൻ്റെ ജനിച്ച് ഒന്നെ ആയിക്കോട്ടെ. നമ്പർ 1 കൗസറിൻ്റെ. സ്നേഹം
വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ടല്ല, തന്റെ ജീവനേക്കാൾ സ്നേഹിച്ച കളങ്കമില്ലാത്ത ഒരു സ്നേഹം, അതായിരുന്നു സഹാബത്തിന്റെ സ്നേഹം. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖിന്റെ വേർപാട് അവർക്ക് താങ്ങാൻ കഴിയില്ലായിരുന്നു. അത് ഈ ദിവസമായിരുന്നു, ഇന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂലോകത്തേക്ക് ജനിച്ച ദിവസം പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞതുമില്ല, ഞാൻ റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത്. ചരിത്രകാരന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലൂടെ രേഖപ്പെടുത്തി എന്നല്ലാതെ എവിടെയും നമുക്ക് റബീഉൽ അവ്വൽ 12-നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എന്ന് തെളിവ് മുഖാന്തരം ആർക്കും നിരത്താൻ കഴിയില്ല. നിർത്തി ഉണ്ട്. ഹദീസിന്റെ കിതാബുകളിൽ, സിഹാസിത്തയുടെ രേഖകളിൽ റസൂലുള്ളാഹി ജനിച്ച ഡേറ്റ് എവിടെയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ? അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ഹാക്കിമിന്റെ മുസ്തദറക്ക് എടുത്ത് നോക്കിക്കോ. അത് ഇനി ഇയാളെ ക്ലിപ്പ് ഞാൻ വേറിട്ട് തരാം. ഒരു വിഷയം പറയണമെങ്കിൽ പഠിക്കണം, അറിയില്ലെങ്കിൽ അറിയില്ലാന്നെങ്കിലും അറിവ് വേണം. അറിയില്ലെങ്കിൽ അറിയില്ലെന്നെങ്കിലും പറയണം. ഇയാൾ പറയാ ഒരാളും ഒരു ഹദീസിന്റെ കിതാബിലും പറഞ്ഞിട്ടില്ല റസൂൽ ജനിച്ചത് 12-നാണ് എന്ന്. ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അങ്ങനെ തന്നെ പറയുന്നു. 1. 2, ഇയാൾ പറഞ്ഞ മറ്റൊരു വിഡിത്തെന്താന്ന് ചോദിച്ചാൽ ആളെ മനസ്സിലായില്ലേ? എന്നെക്കാൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ. അയാൾ പറയുന്ന കാര്യം എന്താ? പറഞ്ഞുകൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് 12 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ മരിച്ചതും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച തന്നെയാണ്. അപ്പൊ പിന്നെ അതിന് ദുഃഖിക്കണ്ടേ എന്നാണ് പമ്പര വിഡിത്തം. എന്തേ? റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് 12-നാണോ എന്നത് അഭിപ്രായ വ്യത്യാസമുണ്ട് പോലും. അതേ സമയത്ത് റസൂലുള്ള മരിച്ചത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണെന്ന് ഉറപ്പല്ലേ? ആര് പറഞ്ഞു ഉറപ്പാണ് എന്ന്? നിരവധി ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഇത് ശരിയല്ല. ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞു കാണാം, വാഖിഈം വഗൈറുഹുമാ അന്നഹു തൂഫിയ യൗമൽ ഇസ്നൈൻ സാനി അശറ മിൻ റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ 12-നാണ് റസൂൽ വഫാത്തായത് എന്നാണ് പറയപ്പെടുന്നത്. വഹാദൽ ഖൗലുഹു ഇല്ലാ, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. റസൂലുള്ളാഹി വഫാത്തായത് റബീഉൽ അവ്വൽ 2-നാണ് അഭിപ്രായമല്ലേ? റസൂലുള്ളാഹി വഫാത്തായത് റബീഉൽ അവ്വൽ 13-നാണ് അഭിപ്രായമല്ലേ? റസൂലുള്ളാഹി വഫാത്തായത് റബീഉൽ അവ്വൽ 14-നാണ് അഭിപ്രായമല്ലേ? എവിടെന്നാ മൗലവി? ഒറിജിനൽ മുജാഹിദും ജമാഅത്തിനെ പോലെ തബ്ലീഗ് ജമാഅത്തിന്റെ ആൾ റബീഉൽ അവ്വൽ നിഷേധിക്കുകയാണ്. റസൂലുള്ളാഹി, ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇനി ഡേറ്റ് അങ്ങ് മാറി എന്ന് വെക്കുക. റസൂലുള്ളാഹി ജനിച്ചിട്ടില്ലേ? ഏതോ ദിവസം ജനിച്ചിട്ടില്ലേ? ആ ജനിച്ചതിൽ പ്രബല അഭിപ്രായം റബീഉൽ അവ്വൽ 12 അല്ലേ? 1. 2, ഇനി ഈ മൗലവിയുടെ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതായത് ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് വെള്ളിയാഴ്ച ദിവസം പിന്നെ റസൂലുള്ളാഹി തങ്ങള് അസറിന് ശേഷം കുതിരപ്പുറത്ത് കയറിയിട്ട് പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചിട്ട് അല്യം അക്മൽതു ലക്കും ദീനക്കും വത്മംതു ലക്കും നിഅമതി എന്ന് ഓതി എന്ന ക്ലിപ്പ് ഉണ്ട്. അത് കൂടെ ഇട്ടിട്ട് കൂട്ടിയാണ് പറയാം. അതാണല്ലേ? അതേതാണ്? 1 അതൊന്ന് കൂട്ടി പറഞ്ഞുതരാം. തന്നത് അത് നിങ്ങൾ മുറുകെ പിടിക്കുക, അതാണ് പരിശുദ്ധ ദീൻ. തന്നത് അത് നിങ്ങൾ മുറുകെ പിടിക്കപ്പെട്ടവരെ മുക്കമ്മലാണ്, അത് പൂർണ്ണമാണ്, അത് കൂട്ടാനൊന്നുമില്ല, കുറക്കാനൊന്നുമില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പരിശുദ്ധ അറഫ മൈതാനിയിൽ അസർ നമസ്കാരത്തിന്റെ സമയത്ത് അഷ്റഫുൽ ഖൽഖ് തന്റെ കസ്വ എന്ന ഒട്ടകത്തിന്റെ പുറത്തിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖിന്റെ അടുക്കിലേക്ക് കടന്നു വരികയും പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്ത് ഓതി കേൾപ്പിക്കുകയും ചെയ്തു, സൂറത്തുൽ മാഇദ. ഒരു മിനിറ്റ്. അപ്പൊ ഇതിന് ശേഷം ആയത്ത് ഇറങ്ങിയിട്ടില്ലേ മൗലവി? ഈ ശബ്ദം ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഒന്ന് ചോദിച്ചു നോക്കുക, വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്ത് അല്യം അക്മൽതു ലക്കും ദീനക്കും ആണോ? അതിനുശേഷമല്ലേ ഇദാ ജാ നസ്റുല്ലാഹി ഇറങ്ങിയത്? അതിനുശേഷം ഡസക്കണക്കിന് ആയത്ത് ഇറങ്ങിയിട്ടില്ലേ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത്? അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനില്
അവസാനത്തായത്ത പോലും അല്യോ അക്മൽതുലക്കും ദീനക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് അയാൾ പറയുന്നത് എന്താണ്? ആ ദീനിൽ അന്ന് പൂർത്തിയാക്കിയപ്പോൾ അത് മൗലൂദില്ല, അതിൽ ജന്മദിനാഘോഷം ഇല്ല, അത് റസൂല പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ നടത്തണ്ട എന്നാണ് ഇവിടെയുള്ള തബ്ലീഗിന്റെ പള്ളിയിലെ ഇമാമ് കൗസരിയാണത്. ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ, എന്നെക്കാൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും, പരിചയം ഉണ്ടാകും. ഞാൻ ചോദിക്കുന്നു, അക്മൽതുലക്കും ദീനക്കും അത്മംതു അലൈക്കും നിഅമതി എന്നതാണോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്ത്? അങ്ങനെയാണോ? അപ്പൊ അതിന്റെ ശേഷമുള്ള ഒന്ന് പിന്നെ ദീനല്ല. എന്നാ പിന്നെ ഇദാ ജാഅ നസ്റുല്ലാഹി സൂറത്ത് തബ്ലീഗിന്റെ പള്ളിയിൽ നിന്ന് എടുത്തു മാറ്റണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹി എടുത്തു മാറ്റണം. അല്യം അക്മൽതുലക്കൂന്റെ സൂറത്ത് അതിന്റെ ശേഷം ഇറങ്ങിയ എല്ലാ ആയത്തുകളും തബ്ലീഗിന്റെ ഖുർആനിൽ നിന്ന് മാറ്റണം. ഒന്നേ അല്ലേ? രണ്ട്, മൂപ്പർ അതിൽ പറഞ്ഞത് അന്ന് അറഫ ദിവസമാണ് ഈ പ്രസംഗം നടന്നത് എന്നാണ് അല്ലേ? ആ അറഫ ദിവസം വെള്ളിയാഴ്ച എന്നും പറഞ്ഞില്ലേ? ഓക്കെ. ഇനി ഞാൻ ലേശം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളോ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കണക്കറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടി നോക്കാം. ഒന്ന് വേറൊന്നും വേണ്ട, നിങ്ങളെ ബുദ്ധിയോടൊന്ന് കൂട്ടി നോക്കുക. ദുൽഹജ്ജ് 9 അറഫ അല്ലേ? ദുൽഹജ്ജ് 9 അറഫ. ആ അറഫ ദിവസം വെള്ളിയാഴ്ച. ആ അറഫ ദിവസം വെള്ളിയാഴ്ചയാണ് അല്യം അക്മൽതുലക്കും ദീനക്കും എന്നുള്ള ആയത്തുണ്ടാക്കുന്നത്, ഇറങ്ങുന്നത്. എങ്കിൽ പിന്നെ ആ 9 കഴിഞ്ഞാൽ ആ ദുൽഹജ്ജ്, പിന്നെ കഴിഞ്ഞു മുഹറം, അത് കഴിഞ്ഞു പിന്നെ സഫർ. ആ റബീഉൽ അവ്വലിലാണ് റസൂൽ വഫാത്താണ്. ആ റബീഉൽ റസൂൽ വഫാത്താണ്. എങ്കിൽ പിന്നെ ഈ അറഫ 9 കഴിഞ്ഞാൽ അത് വെള്ളിയാഴ്ചയാണ്. ആ പിന്നെ ദുൽഹജ്ജയുടെ 29 മാസം കണ്ടാൽ പിറ്റേന്ന് മുഹറം ഒന്നാണല്ലോ. ആ 29 ദിവസം കൂട്ടിക്കോ, ഏതാ വ്യാഴാഴ്ചയാകും. മുഹറം 1 ഒരു പക്ഷെ വെള്ളിയാഴ്ചയോ കൂട്ടണേ, ശരിക്കും കൂട്ടണേ, വെള്ളിയാഴ്ചയാകും ഒരു പക്ഷേ 29 മാസം കണ്ടാൽ. ഇല്ലെങ്കിലോ ശനിയാഴ്ച മുഹറം 1 അങ്ങനെയാണല്ലോ വരിക. അങ്ങനെ ആ മാസത്തിൽ ശനിയാഴ്ച മുഹറം 1 ആ മുഹറം പിന്നെ 29 മാസം കണ്ടാൽ സഫർ 1 ശനിയാഴ്ചയോ, ഇല്ലെങ്കിൽ സഫർ 1 ഞായറാഴ്ചയോ. നോക്കണേ, അങ്ങനെ ആ സഫറും പിന്നെ 29 മാസം കണ്ടു എന്ന് വെക്കുക. എങ്കിൽ റബീഉൽ അവ്വൽ 1 ഞായറാഴ്ചയോ, അല്ല 30 തികഞ്ഞോ റബീഉൽ അവ്വൽ 1 തിങ്കളാഴ്ചയോ. റബീഉൽ അവ്വൽ 1 ഞായറാഴ്ചയായാൽ ഞായറോട് ഞായർ 8, പിന്നെ തിങ്കൾ 9, തിങ്കൾ 9, റബീഉൽ അവ്വൽ 12 ആകൂല, റബീഉൽ അവ്വൽ 9 ആകും. അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയാകും റബീഉൽ അവ്വൽ 1. എങ്കിൽ തിങ്കളോട് തിങ്കൾ 8, ചൊവ്വ 9. നോക്കിക്കോ നിങ്ങള്, എങ്ങനെ കൂട്ടി നോക്കിയാൽ റസൂലുള്ളാഹിന്റെ വഫാത്ത് ഈ മൗലവി ഈ പള്ളിയിൽ നിന്ന് തബ്ലീഗിന്റെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ പള്ളിയിൽ നിന്ന് അന്നത്തെ റബീഉൽ അവ്വൽ 12 സുബഹിക്ക് ലോകത്തിലെ എല്ലാ മുസ്ലിമീങ്ങളും സന്തോഷിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതി. ചെറിയ കുട്ടികളൊക്കെ നല്ല ഡ്രസ്സ് ധരിച്ച് പള്ളിയിലേക്ക് വന്നു. എന്നിട്ട് ഇങ്ങനെ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം, മുത്തനബിയോട് സലാം പറഞ്ഞു. അവിടെ വെച്ചുകൊണ്ട് എന്ന് ചെറിയ കുട്ടികളടക്കം റസൂലുള്ളാഹിനെ മദ്ഹ് ചൊല്ലി. ആ പ്രഭാതം എന്തൊരു ധന്യമാണ്. ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 തലേ ദിവസം നിങ്ങളുടെ ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്താണ് കതിരൂര് അല്ലെ? നമുക്കറിയാം, തലശ്ശേരിയിൽ നിന്ന് ഈ റോട്ടിൽ പോയാൽ ആ കതിരൂരിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് ഇതിനാ ഞാൻ രാത്രി പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് കാരക്കുന്നിന്റെ സ്ഥാപനത്തിൽ എത്തുന്നത് വരെ ഒരുപാട് പള്ളികളും മദ്രസകളും ഉണർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ചെറുപ്പക്കാരും സജീവമാണ്. മുത്ത് റസൂലുള്ളാഹിനെ സ്നേഹിച്ചതാണ്. ഉമ്മമാരെ, നിങ്ങളും കുട്ടികളെ ഒരുക്കി അയച്ചിട്ടില്ലേ? എല്ലാവരും ആ റസൂലുള്ളാഹിനെ മാത്രം പറഞ്ഞപ്പോ തബ്ലീഗ് ജമാഅത്തുകാരന്റെ പള്ളിയിൽ അന്ന് ഒരുമിച്ചു കൂടിയ വളരെ ശുഷ്കിച്ച സദസ്സിൽ ഇയാൾ മൈക്കെടുത്ത് വെച്ച് പറയുന്നത് എന്താ? ഇതൊന്നും പ്രവാചകൻ കാണിച്ചതല്ല, ഖുർആൻ പഠിപ്പിച്ചതല്ല, ഇമാമിങ്ങൾ ചെയ്തതല്ല, അതുകൊണ്ട് ഇത് തെറ്റാ. അതും തെളിവെന്താ പറയുന്നത്? പ്രവാചകൻ ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്നാ മരിച്ചതും 12 അതും തിങ്കളാഴ്ചയല്ലേ? എന്നാ ദുഃഖം ആചരിക്കണ്ടേ? അതിനാണ് കണക്ക് കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞത്. മൗലവിയുടെ പ്രസംഗം എടുത്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ദുൽഹജ്ജ് 9 അറഫ ദിവസമാണ്. അത് വെള്ളിയാഴ്ചയാണെങ്കിൽ ആ ദുൽഹജ്ജ് കഴിഞ്ഞ് മുഹറം കഴിഞ്ഞ് സഫർ കഴിഞ്ഞ് റബീഉൽ അവ്വൽ 12 വരുമ്പോൾ അത് തിങ്കളാഴ്ചയാകൂല. കൂട്ടിക്കോളി. അതിന് മർക്കസ് പോയി സക്കാഫി അതിൻ്റെ അടിയിൽ നടന്നോട്ട് മോനെ, സഹോദരിമാരെടുത്തേക്കാം.
ബക്കറ്റ് കളക്ഷൻ വരുന്നുണ്ട്. നമ്മളത് പിരിവിൻ്റെ ആളുകളാണ്. തെവലിക്കാർക്ക് പിരിവില്ല എന്നാ പറഞ്ഞത്. ഞാൻ തരാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ രീതിയിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ പറഞ്ഞ് ശരിയല്ല. രണ്ട് ജനിച്ച ദിവസത്തുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ചരിത്രത്തിന് എന്തിനാ അല്ലാത്തത്? എന്തിനാ അഭിപ്രായ വ്യത്യാസം അല്ലാത്തത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച അഭിപ്രായ വ്യത്യാസമല്ലേ? നിങ്ങൾ പറ. ഹജറുൽ അസ്വദ് ഇപ്പൊ മക്കത്ത് പോകുന്നുണ്ടല്ലോ. ഹജറുൽ അസ്വദിന്റെ കല്ല് എത്ര എണ്ണപ്പാടുള്ളത്? ആ മുത്തുന്നിടത്ത് എത്ര എണ്ണ ഉള്ളത്? പറ. ഹജറുൽ അസ്വദിന്റെ ഇപ്പുറത്ത് കഴിഞ്ഞ മഖാം ഇബ്രാഹിം ആ സ്ഥലത്താണ് 9 ഉണ്ടായിരുന്നത്. പറ നിങ്ങള്. അങ്ങനെ ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ള ഈമാനും കളയണ്ട. അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കണം. അപ്പൊ കണക്ക് വെച്ച് നോക്കിയാലും പ്രമാണം വെച്ച് നോക്കിയാലും മൗലവി പറഞ്ഞത് ശരിയല്ല എന്ന് ഒന്ന്. രണ്ടാമത് പിന്നുള്ളത്, അങ്ങനെ ജനിച്ച ദിവസം സന്തോഷിക്കുകയാണെങ്കിൽ മരിച്ച ദിവസം കരയണ്ടേ, ദുഃഖിക്കണ്ടേ, അറിയണ്ടേ? അല്ലാഹു തആല മുത്തനബിയുടെ വിഷയത്തിൽ ഫബിദാലിക ഫൽയഫറഹൂ, സന്തോഷിക്കട്ടെ എന്ന് ഖുർആനിൽ പറയുക. മുത്തനബിയുടെ വിഷയത്തിൽ മരണത്തിൽ ദുഃഖിച്ചോളൂ എന്ന് ഒരായത്ത് കൊണ്ടുവരോ, ഒരഹദീസ് കൊണ്ടുവരോ? മരിച്ചാണ് മൗലവി ഉള്ളത്. അഥവാ ഒരാൾ മരിച്ചതിന്റെ പേരിൽ ദുഃഖാചരണം ഇസ്ലാമിൽ ഇല്ല. ആകെ അനുവദിച്ചത് ഒരാൾക്ക് മാത്രം. അതായിരിക്കാ, ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് ചടഞ്ഞിരിക്കാം 4 മാസവും 10 ദിവസവും. ഇതിലപ്പുറം ഒരാളെ മരണത്തിലും ദുഃഖാചരണം ഇല്ല. ഇതാണ് പറഞ്ഞതിന്റെ ശരി. ഇതൊന്നും തബ്ലീഗുകാർക്ക് അറിയില്ല. തബ്ലീഗിന്റെ പള്ളിയിലെ വലിയ ഇമാമിന്റെ കഥ എപ്പി പറഞ്ഞു. എന്നാ പിന്നെ ചിന്ന ഇമാമിന്റെ കഥ ചോദിക്കോളൂ നിങ്ങള്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ വേദന ഉണ്ട്. കാരണം ഇപ്പൊ എല്ലാ തവളക്കും പല്ല് മുളച്ചൊരു സമയം. അതാ രസം എന്ന് പറഞ്ഞാല്, ഇത്രയും കാലം നിബിദിനാഘോഷത്തെയും മറ്റുമൊക്കെ നിഷിദ്ധമായി വിമർശിച്ചിരുന്ന ജമാഅത്ത് ഇസ്ലാമി വരെ ഈ വർഷം മാറ്റം വന്നിട്ടുണ്ട്. നിബിദിന ആഘോഷിക്കണമെന്നാ. ഞാനല്ല, ഓ അബ്ദുള്ള എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ചിലപ്പോൾ 0 അബ്ദുള്ള എന്നൊക്കെ പറയും. ഇങ്ങനെ ഒന്നായിട്ട് വായിക്കുമ്പോഴേക്കും കിട്ടുന്ന ചാൻസിലൊക്കെ സുന്നികളെ എതിർത്ത് ലേഖനം എഴുതുന്ന ആളാണ്. അയാൾ ഈ വർഷം പറഞ്ഞു മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കണം, ഘോഷയാത്രയും നടത്തണം, നടത്തിയാൽ വരെ പായസവും ഉണ്ടാക്കണം. പിന്നെ അയാളൊരു കാര്യം പറഞ്ഞു, അതെനിക്കൊരു വിഷമം തോന്നിപ്പോയി. എന്തേ? പായസത്തിൽ നല്ലോണം മധുരവും ചേർക്കണം. അത് ഷുഗറുകാരെ പരിഗണിക്കാത്ത വർത്താനം. ആയിക്കോട്ടെ, എന്നാൽ അയാൾ പറഞ്ഞല്ലോ നല്ല മധുരം ചേർത്ത് പിന്നെ പായസം മുസ്ലിങ്ങൾക്ക് കൂടെ കൊടുക്കണോ? എന്നിട്ട് കൊടുത്ത മോനെ മൂപ്പര്. അപ്പൊ ആ രീതിയിൽ പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന മുസ്ലിം സഹോദരന്മാരെ കൂടി വിളിച്ചു വരുത്തി അവർക്ക് കൂടി സ്വീകാര്യമാകുന്ന രീതിയിൽ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന സംഗതികൾ ചെയ്യുകയാണെങ്കിൽ ഈ കാലത്ത് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കർമ്മമായിരിക്കും അത്. ദീനിയായ അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും സാലിഹായ ഒരു അമലായി തീരും എന്ന കാര്യത്തിലൊരു സംശയമില്ല. നിങ്ങൾക്ക് ആ സംശയമില്ല. ഇപ്പോഴാണ് തിരിഞ്ഞത്. ഞങ്ങൾ ഉസ്താദ്മാർക്ക് പണ്ടേ തിരിഞ്ഞു. എന്ത് തിരിഞ്ഞു? 10ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് എന്ന് മൗലവി അടക്കം രേഖപ്പെടുത്തി വെച്ചാലാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു. 10ാം നൂറ്റാണ്ടിലെ ഹിജറ 10ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ. ആ സുയൂത്തി ഇമാമിന്റെ കിതാബ് ഹാവിൽ ഫതാവ. ഈ ഹാവിൽ ഫതാവ എന്ന് പറയുന്ന കിതാബിന്റെ 251-ാമത്തെ പേജ്. ഞാൻ ഈ ഭാഗത്ത് വായിക്കളത് ഖണ്ഡന പ്രസംഗമല്ലല്ലോ. ഇത്തരം കുറേ സഹോദരിമാരുള്ളതാണ്. അവർക്ക് ബോറടിച്ചു പോകും. ഇനി ആർക്കും കിതാബ് തിരിയുന്നവരുണ്ടെങ്കിൽ വന്നാൽ കാണിച്ചിരും ചെയ്യാം. 251-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബ് ജനിച്ചതിൻ്റെ പേരിൽ സീസണാക്കി എടുത്തിട്ട് വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിതരണം നടത്തിയിട്ട് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് എന്ന്. ഇനി പുത്തനാശയക്കാർ എന്ന് പറഞ്ഞ മുജജമ തബ്ലീഗ് ആൻഡ് കമ്പനി എല്ലാവരും അവരൊക്കെ അംഗീകരിക്കുന്നതാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് അവർ പറയും. ഇബ്നു തൈമിയ്യ അയാളുടെ കിതാബാണ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. ഈ കിതാബിൻ്റെയും തന്നെ 297-ാമത്തെ പേജ്. ആ 297-ാമത്തെ പേജിൽ വ്യക്തമായി തന്നെ അയാൾ പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ ചെറിയ വാർത്തുള്ളൂ, അത് വേണമെങ്കിൽ ഒറ്റടിക്കാൻ വായിച്ചു തരാം. മൗലൂദിനെ ബഹുമാനിക്കലും അതൊരു സീസണായി എടുത്ത് പരിഗണിച്ചുകൊണ്ട് ആഘോഷം നടത്തലും ചില ആളുകൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇയാൾ വിട്ടുന്നിട്ടാ പറയണത്. എന്നിട്ടാണ് പറയാ അങ്ങനെ മൗലിദ് ഓതുന്ന ആളുകൾക്ക്, സീസണായി നിബിദിനം ആഘോഷിക്കുന്നവർക്ക് അജ്റുൻ അലീം, മഹത്തായ പുണ്യമുണ്ട്. ലിഹുസ്നി ഖസ്ദിഹി, അവന്റെ ലക്ഷ്യം നല്ലതായതിനു വേണ്ടി, വതഅലീമി
ഖൗലിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനെ ബഹുമാനിച്ചതിന് വേണ്ടി കമാ ഖദ്ദംതുഹു ലക അന്ന ഹുസ്ൻ ബഅദിന്നാസ്, അവൻ നല്ല ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നത് കൊണ്ട് വലിയ കൂലിയുണ്ട് എന്ന് മുജാഹിദിന്റെ വലിയ നേതാവ് പറയുന്നു. അതുപോലെ സുഹീത്തിയമാൻ പറയുന്നു. പക്ഷെ തെബിലീഗിന്റെ നേതാവ് നമ്മളെ പള്ളിയിൽ ഇപ്രാവശ്യം സുബൈക്ക് പ്രസംഗിച്ചിട്ട് പറയുന്നേ അത് പുണ്യല്ല. നോക്കിക്കോളി നിങ്ങൾ. ഒന്നേ ഇനി അടുത്തും കൂടെ അയാൾ തന്നെ ഇനി പറഞ്ഞോട്ടെ. പിന്നെ പറയാറ് പ്രവാചകന്റെ കാലത്ത് പിന്നെ കുട്ടികളുടെ ഘോഷയാത്ര ഉണ്ടായിരുന്നു, ഖുലഫാ റാഷിദുകളുടെ കാലത്തുണ്ടായിരുന്നു, മദ്രസ വിദ്യാർത്ഥികൾ, മദ്രസ ഉണ്ടായിരുന്നു എന്നല്ല ചോദ്യം, മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്ര ഉണ്ടായിരുന്നു, താബികളുടെ കാലത്തുണ്ടായിരുന്നു, മുതലായ ബാലിശങ്ങളായ ചോദ്യങ്ങളാണ്. തെബിലീഗിന്റെ മറുപടിയാണ്. നമ്മളെ പള്ളിയിലെ നജീമി പള്ളിയിലുള്ള തെബിലീഗിന്റെ കൗസലിക്കുള്ള മറുപടിയാണ് ഇപ്പൊ പറഞ്ഞത്, ഞാനല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാ പറയുന്നത്. അവരെ പള്ളിയിലൊക്കെ ഒന്നാവുമല്ലോ, കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടിടുക പറയലുണ്ട്. മുട്ട ഇതേപോലെ തന്നെ എല്ലാവർക്കും സുന്നികൾ മാത്രം വേറെ സ്വർഗാവകാശികൾ, അല്ലാത്തവരൊക്കെ ഒന്ന് ഇങ്ങനെയാണല്ലോ പള്ളി പലയിടത്തും മുശക്കര ഉണ്ടാകാറുള്ളത്. എങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് തന്നെ പറയുന്നു ബാലിശമായ വാദാണത്. റസൂലുള്ളാഹിന്റെ മദ്രസയുടെ കാലത്ത് ചെയ്തിരുന്നോ എന്നാ പറയാൻ കാരണം എന്താ നിങ്ങള്? റസൂലുള്ളാഹിന്റെ കാലത്ത് ഇന്നത്തെ രീതിയിലെ മൗലൂദ് ഇല്ല എന്ന് ശരി തന്നെ. അത് മൗലൂദ് മാത്രമല്ല മൗലവി, ഇന്നത്തെ പോലെ പള്ളിയുണ്ടോ? ആ കൗസരി ഇരിക്കുന്ന കാർപ്പറ്റ് നോക്കുക, എത്ര റുപ്യൻ്റെ കാർപ്പറ്റാണത്? റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ കാർപ്പറ്റ് നിസ്കരിച്ചിട്ടുണ്ടോ? അയാളെ കിപ്പനെ ഇട്ടുതരാ. റസൂലുള്ളാഹിന്റെ കാലത്ത് മണലായിരുന്നു, കാലിങ്ങനെ വലിച്ചേച്ചിട്ടാ പോയിരുന്നത് അല്ലേ? എങ്കിൽ കാർപ്പറ്റ് പള്ളിയിൽ കൊണ്ടുവന്നുണ്ടല്ലോ ബിദ്അത്തല്ലേ? അയാൾ ചെവിയിൽ ഒരു സാധനം വെച്ചിട്ടാ പ്രസംഗിക്കണത്. അതാണ് മൈക്ക്, ലൗഡ് സ്പീക്കർ. റസൂലുള്ളാഹി അങ്ങനെ ഉപയോഗിച്ചിക്കണോ? സിദ്ദീഖുലൊക്കെ ഉപയോഗിച്ചിക്കണോ? ഇമാമിങ്ങൾ ഉപയോഗിച്ചിക്കണോ? അയിമത്ത് ഉപയോഗിച്ചിനോ? മുഹദ്ദിസുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ? പറയാ. പിന്നെ മൂന്നാമതായി പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളൊക്കെ പട്ടിണി കടക്കിയിരുന്നു സ്വാപത്വമൊക്കെ, എന്നിട്ട് ഒരു റബീഉൽ അവ്വൽ നല്ലോണം തിന്നാണ്. ഓക്കെ, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ 12 ദിവസം 40 ദിവസമൊക്കെ ഗസ്റ്റിന് പോകൂലേ? നിങ്ങളിങ്ങനെ വായു മുണുങ്ങലാണോ? അത് ഹൗലത്തെ വെള്ളം വറ്റിക്കലാണോ? നല്ല നമ്പർ 1 ബിരിയാണി വെക്കൂലേ? ഇല്ലേ? അത് കബ്സ വെക്കാറില്ലേ? മന്തി കയറ്റാറില്ലേ? നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനത്തിൽ സ്റ്റൗ, മണ്ണെണ്ണ, അതുപോലെ തന്നെ തീപ്പെട്ടി, അതേപോലെ അരി, കസ്കസ്, മല്ലിച്ചപ്പ്, പുതിന, ഉപ്പ്, മുളക്, വെളിച്ചെണ്ണ ഇതൊക്കെ കൊണ്ടുപോകാറില്ലേ? ഇതെന്തിനാ? അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ ഒരു നേരത്തെ ഭക്ഷണം വരുമ്പോ ഉണ്ടാക്കി കൊടുക്കുമ്പോ അത് റസൂലുള്ള പട്ടിണി കിടന്ന ആളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കണ്ട. സ്വഹാബത്ത് പട്ടിണി കിടന്ന മുത്തനബിനെ സ്നേഹിച്ചത്, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നബിദിനം കഴിക്കണ്ട. എങ്കിലും ഒരൊറ്റ തബ്ലീഗിന്റെ പള്ളിയിലും ക്യാൻറ്റീൻ പാടില്ല, തബ്ലീഗിന്റെ സ്ഥാപനത്തിൽ ക്യാൻറ്റീൻ പാടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരൊറ്റ നേരത്തെ ഭക്ഷണം മതി. ഒരു നേരം കഴിച്ചാൽ അവൻ യോഗി അല്ലേ? 2 നേരം കഴിച്ചാൽ അവൻ രോഗി, 3 നേരം കഴിച്ചാൽ അവൻ ഭോഗി. ഇങ്ങനെയല്ലേ? അപ്പൊ ഒരു നേരം കഴിച്ചാൽ പോരെ? ഇതൊക്കെ പണ്ട് മുജാഹിദ് പറഞ്ഞ വർത്താനാണ്, ജമാഅത്ത് പറഞ്ഞതാണ്. ഇനി കേട്ടോളൂ, ഓദ്ദു തന്നെ പറയട്ടെ. തെറ്റ് പായസം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഈ മിഠായി വിതരണം ചെയ്യുന്നതോ ചെറിയ ഇപ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സുന്നി മദ്രസകളുമായി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കല്ലാതെ ഈ പുതിയ പുതിയ വിഭാഗങ്ങൾ സലഫികളോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരോ ഒക്കെ ആയ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് അങ്ങനെ ദിവസം പോലും അറിയില്ല. ശ്രീനാരായണ ഗുരു എന്നാ ജനിച്ചതെന്നവർക്കറിയാം, ഗാന്ധിജി എന്നാണ് ജനിച്ചതെന്നും എന്നാണ് മരിച്ചതെന്നും അറിയാം, ജവഹർലാൽ നെഹ്റുവിൻ്റെ ദിവസം അറിയാം, എല്ലാം അറിയാം. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം അറിയില്ല. അവർക്ക് അറിയേണ്ടതില്ല, അവരെ അറിയിക്കേണ്ടതുമില്ല. അപ്പം അത് ഒരു ഓർമ്മയായി അത്തരം കാര്യങ്ങൾ എല്ലാം ഒരു ഓർമ്മിക്കത്തക്ക രീതിയിൽ ഒരു ഘോഷയാത്ര നടത്തുകയും അത് ഗംഭീരമാവുകയും അതിന് മിഠായി വിതരണം ചെയ്യുകയും പായസം കൊടുക്കുകയും എല്ലാം ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെ അനുഭവപ്പെടുക. ഞാനന്ന് ഒരു നബിദിനത്തിൽ എങ്ങനെയോ ജമ്മു കാശ്മീരിലാണ് പെട്ടത്. എത്ര ഭംഗിയായിട്ടാണ് അവർ നിർവഹിക്കുന്നത്. ഇത് പറയുമ്പോൾ ചിലർ പറയും റോഡിലൂടെ ഘോഷയാത്ര നടത്തി ജനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു, ജനങ്ങൾ പ്രവാചകൻ പറഞ്ഞത് വഴിയിൽ തടസ്സം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ഇതൊക്കെ ബാലിശമായ ആരോപണങ്ങളാണ്. നമുക്ക് സമ്മേളനങ്ങളൊക്കെ നടത്തിയിട്ട് റോഡ് ദിവസങ്ങളോളം ബ്ലോക്ക് ചെയ്യുന്ന തിരക്കടില്ല, വഴി തടയുന്നതിന് തിരക്കടില്ല, ഒന്നും തിരക്കടില്ല. പ്രവാചക ജന്മദിനത്തിൽ ഒരു കുട്ടികളുടെ ഒരു ഘോഷയാത്ര ചെറിയ പരിമിതമായ രീതിയിൽ ഒന്ന് റോഡുമേലൂടെ പോകുമ്പോൾ അതൊരു വലിയ വഴി തടസ്സം സൃഷ്ടിക്കുക. അത് മറുപടി അറിയിക്കുന്ന ആരോപണങ്ങളല്ല. നിങ്ങൾ വളരെ യോജിക്കുന്ന കാര്യം ആര് പറഞ്ഞാലും കേൾക്കണം കൂട്ടര്. ആയത്തിൽ കുർസിന്റെ ഫായത ഇബ്ലീസിനെ പഠിപ്പിച്ചത് നമുക്ക് എന്താ കേൾക്കണത്? പക്ഷെ വൈകി ഉദിച്ച വിവേകത്തിന് നന്ദി.
പ്രായം കുറേ ആയിട്ടുണ്ട്, ഇപ്പോഴെങ്കിലും ചിന്ത അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ, അള്ളാഹ് ഹിദായത്തിലാക്കട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗം വിശാലല്ലേ. തെബിലികാരി അള്ളാഹ് നന്നാക്കട്ടെ, ജമാഅത്താരെ മാത്രമല്ല മുജാഹിദിനെ അള്ളാഹ് നന്നാക്കട്ടെ. നന്നാക്കാൻ അള്ളാഹുവിൻ്റെ ഖളാ ഇല്ലെങ്കിൽ അവരെ ഷെറുന്ന അള്ളാഹു നമ്മളെയും നമ്മളെ പാരമ്പര്യത്തെയും മഹലിനെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് വേർക്കാം. അത് നോക്കിങ്ങൾ. അപ്പം ഇതുവരെ ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിക്ക് അടക്കം തിരിഞ്ഞു. അതിൻ്റെ ഇടയിൽ പോയിന്റ് ഉപരി പറഞ്ഞു, ശ്രദ്ധിച്ചങ്ങൾ. സുന്നി മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ റസൂലുള്ളാഹിനെ പറ്റി അറിയാം അല്ലേ? റസൂലുള്ളാഹിനെ പറ്റി വർണ്ണിക്കും, റസൂലുള്ളാഹിനെ പറ്റി പാടും, റസൂലുള്ളാഹിനെ പറ്റി പറയും. ജമാഅത്ത് ഇസ്ലാമിൻ്റെ മുജാഹിദിൻ്റെ ഒക്കെ കുട്ടിയൊക്കെ എന്താ അറിയാം? ഒന്നും അറിയില്ല. അതറിയാത്ത വിഷമം നാളെ ഖബറിലുണ്ടാവും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. മുൻകർ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, അല്ലെങ്കിൽ ഉമ്മ എന്ന മലക്ക് വന്നു, ചോദ്യകർത്താക്കൾ മലായിക്കത്ത് വന്നു, അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണിച്ചു തന്ന് ഹൽ തഅരിഫ് അദർ റജുൽ, ഉമ്മമാരെ പഠിച്ചു വെച്ചോ, ആരാണ് ഈ ആളെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ മുജാഹിദ് മദ്രസയിൽ പഠിച്ച കുട്ടി പറയും ഹാ ഹാ ലാ അദിരി. ജമാഅത്ത് ഇസ്ലാമിയുടെ കുട്ടി പറയും ഐ ഡോണ്ട് നോ. അപ്പൊ തെബിലീഗാരനോട് ചോദിക്കുമ്പോൾ മുജേത്തോ മാറുന്നഹി. അതേ സമയത്ത് സുന്നിക്കുട്ടിയോട് ചോദിച്ചാലോ, ഓ അബ്ദുള്ളന്റെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പ പറയും ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഖൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. പടച്ചവനെ, ഈ മുത്തിനറിയോന്നോ? ഈ മുത്തല്ലേ ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത്. ഓരോ വരി ജവാബ് ഉസ്താദുമാർ ചൊല്ലുമ്പോഴും ഞങ്ങൾ ജവാബ് ചൊല്ലിയിരുന്നു, മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ അല്ലാഹ് നിയോഗിച്ച നേതാവാണ്, ഹൗദുൽ കൗസർ തരേണ്ട നേതാവാണ്, ശഫാഅത്ത് തരേണ്ട നേതാവാണ്. എല്ലാ വിഷമഘട്ടത്തിലും ഞങ്ങളെ സഹായിയാണ്. ഇതവിടെ വെച്ചങ്ങ് പറയുമ്പോ മുത്തുനബി ചിരിക്കൂലേ, മലായികത്തിന് സന്തോഷം വരൂലേ. ജമാഅത്തെ ഇസ്ലാമിയുടെ മദ്രസയിലും പള്ളിയിലും പോയവൻ, മുജാഹിദിന്റെ പള്ളിയിലും മദ്രസയിലും പോയവൻ, തബ്ലീഗ് ജമാഅത്തിന് ഗസ്തും പിസ്തും ഗബറിനും പോയവൻ, അവൻ ഒരിക്കലും ഇത് പറയാൻ കഴിയൂല. ഈ ബോധം ഉമ്മമാരെ ജമാഅത്തുകാർക്ക് വരെ വന്നിട്ടുണ്ട്. തബ്ലീഗുകാരിപ്പോ തിരിച്ചിട്ട് ഉള്ളതിനെ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ബാക്കി കൂടെ വെച്ചു കൊടുക്കുക. വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കണമെന്ന്, അത് ഗ്രന്ഥരൂപത്തിലാക്കണമെന്ന്, അത് കൈമാറാൻ പറ്റുന്ന രീതിയിലേക്ക് അത് എഴുതി തയ്യാറാക്കണമെന്ന്, പിൽക്കാലത്ത് അച്ചടിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ വല്ല പരാമർശവുമുണ്ടോ? ഒരു മിനിറ്റ് പറഞ്ഞ മനസ്സിലായോ? സിദ്ദീഖുൽ അക്ബർ മങ്കൂസ് മൗലിദ് ചൊല്ലിയിരുന്നോ? ഉമർ ഫാറൂഖ് ഷറഫിനെ നാം ചൊല്ലിയിരുന്നോ? അലി റളിയല്ലാഹു അഷറഖബത്തിൽ നിന്നിരുന്നോ? പ്രവാചകൻ എങ്ങനെ മൗലിദ് ആഘോഷിക്കാൻ കൽപ്പിച്ചിരുന്നോ എന്ന് ചോദ്യം നജ്മിയുടെ എന്താണ് കൗസരിയുടെ നിങ്ങളുടെ നാട്ടിലത്തെ തബ്ലീഗുകളിൽ നിന്ന് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയാണ് ആ പള്ളിയിൽ കൂറുമുന്നണിയ ഘടകകക്ഷികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് പറയുന്നത്. എന്തേ? ഖുർആൻ ക്രോഡീകരിക്കണം എന്ന് പ്രവാചകൻ കൽപ്പിച്ചിരുന്നോ? ഖുർആൻ അച്ചടിക്കണം എന്ന് സിദ്ദീഖുൽ അക്ബർ കാണിച്ചു തന്നിരുന്നോ? ഉണ്ടോ? ബുഖാരി റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? സ്വഹാബത്തിന്റെ കാലത്തുണ്ടോ? അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നജ്മി ഒരു സനദന്റെ പേരാണല്ലോ, കൗസരി സനദന്റെ പേരാണല്ലോ. ഉമർ ഫാറൂഖ് കൗസരി ആയിരുന്നോ? ഇമാം ഷാഫി കൗസരി ആയിരുന്നോ? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നജ്മി ആയിരുന്നോ? ദൈബന്തി ആയിരുന്നോ? അല്ലെ കാസിമി ആയിരുന്നോ? ഇതെല്ലാം ബിദ്അത്തല്ലേ? അവനവന്റെ കണ്ണിലെ കുന്തം കളഞ്ഞിട്ട് പോലെ ആരാന്റെ കണ്ണിലെ കരടുതാൻ. ഇതൊക്കെ തെറ്റല്ല സുഹൃത്തെ. അത് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖിയുടെ കിതാബ് നോക്കണം, ഇമാം ഷാഫി തങ്ങളുടെ കിതാബ് നോക്കണം, ഹാഫിദ് അസ്കലയുടെ ഫത്ഹുൽ ബാരി നോക്കണോ. അതിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. വേണ്ട ഇബ്നു തൈമിയുടെ പിന്നെ മജ്മുഉൽ ഫതാവ എങ്കിൽ നോക്കിയാൽ അതിലറിയും. അടിസ്ഥാനപരമായി പുണ്യമാണെന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യം അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് കാലോചിത മാറ്റം വരുത്താൻ. ഫോർ എക്സാമ്പിൾ, റസൂലുള്ളാഹി തന്നത് നല്ല നാടൻ ഭക്ഷണമെന്ന് കൂട്ടിക്കോ, മന്തി റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? അപ്പൊ നമ്മളൊരു കല്യാണത്തിന് മന്തി വെച്ചാൽ അത് ശിർക്കാവോ? തബ്ലീഗ് ജമാഅത്തുകാർ ഉണ്ടാക്കുന്ന സാധനമാണല്ലോ മന്തി.
അതേപോലെ തന്നെ ബിരിയാണിയും, അതേപോലെ കബ്സയും. കബ്സയൊക്കെ സ്ഥിരം അവർ വെക്കുന്ന സാധന. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ള ബദറിലേക്ക് പോകുമ്പോൾ കബ്സ വെച്ചിരുന്നോ? ഉഹുദിലേക്ക് പോകുമ്പോൾ ബിരിയാണി വെച്ചിരുന്നോ? ഉംറയ്ക്കോ ഹുദൈബിയ സന്ധിക്ക് പോണ സമയത്ത് പിന്നെ നെയ്ച്ചോറുണ്ടാക്കിയിരുന്നോ? കുഴപ്പമില്ല, റസൂലുള്ള ഉള്ളതിനനുസരിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. നമുക്കത് ഹലാലായത് കഴിക്കാം. പക്ഷെ ഇത് പറഞ്ഞിട്ട് ദീനിൽ പുണ്യകരമാണ് എന്ന് ഇമാം സുയൂത്തി തങ്ങളടക്കമുള്ള ആളുകൾ പറഞ്ഞ ഒരു പുണ്യകരമായ കർമ്മം അടിസ്ഥാനപരമായി അള്ളാഹു പറഞ്ഞു, മലായിക്കത്ത് ചെയ്തു, സ്വഹാബത്ത് ചെയ്തു. അതൊരു കാലോചിതമായി ഒരു സിലബസ് ഉണ്ടാക്കി. ആ സിലബസിന്റെ പേരിൽ അത് തെറ്റാണെന്ന് ദയവ് ചെയ്ത് മുജാഹിദ് പറയരുത്, ജമാഅത്ത് ഇസ്ലാമി പറയരുത്, തബ്ലീഗ് ജമാഅത്തും പറയരുത് എന്ന് ഇതിനടുത്ത് വയ്ക്കും. ഉണ്ടെങ്കിൽ ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം അനുശാസിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഉണ്ടെങ്കിൽ അതിന് തെളിവ് അത് പറഞ്ഞാൽ മതി. മുമ്പ് ചോദിച്ചു, സംഗതി കഴിഞ്ഞു. ഇല്ല, അങ്ങനെ ഇല്ല, വെറുതെ പറയാം, കഴിഞ്ഞു. ഒന്നും കൂടെ. ഇന്നത്തെ സലഫികളാണെങ്കിൽ ഫൈസൽ മൗലവിയെയും യഹിയ മറ്റവരെയും ഒക്കെ പോലെയുള്ള ആൾക്കാരാണ് അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ രീതിയിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് ലഭ്യമാകുമായിരുന്നില്ല. കാരണം പ്രവാചകൻ വിശുദ്ധ ഖുർആൻ അത് പറയുന്നില്ല. വിശുദ്ധ ഖുർആൻ ആകെ പറഞ്ഞിരിക്കുന്ന നാമാണ് ഇതിനെ ഇറക്കിയിരിക്കുന്നത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്നല്ലാതെ ഇതെല്ലാം കൂടി നിങ്ങൾ തുന്നിക്കെട്ടി ഉണ്ടാക്കണത് പറഞ്ഞിട്ടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. ആരെങ്ങളതിനെ ഏൽപ്പിച്ച്? തബ്ലീഗുകാരുടെ ചോദ്യം. ഒരു അച്ചടിക്കേണ്ട ദൈവം എന്നൊക്കെ ഖുർആന്. നിങ്ങൾ ഖുർആൻ അച്ചടിക്കാൻ ആരെ ഏൽപ്പിച്ചു? അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ടോ? റസൂൽ ഏൽപ്പിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് ഏൽപ്പിച്ചിട്ടുണ്ടോ? തിരിച്ചുള്ളത് അല്ല പറഞ്ഞു, നമ്മളാണ് ഖുർആൻ ഇറക്കിയത്, നമ്മളതിനെ സൂക്ഷിക്കും, അല്ല സൂക്ഷിക്കുന്ന. അവർ നിങ്ങളാരെ ഏൽപ്പിച്ചതിന്? നിങ്ങൾ എന്തിനാ ചെയ്ത്? അപ്പൊ തബ്ലീഗിന്റെ പള്ളിയിൽ നിന്നൊക്കെ ഖുർആൻ എടുത്തിട്ട് ഒഴിവാക്കണം. ഞാനല്ല, ജമാഅത്ത് ഇസ്ലാമി അബ്ദുൽ വലി പറയാണ്. അബ്ദുൽ വലിയ പറയുന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ്, ദേഷ്യപ്പെടുത്താനല്ല. പക്ഷെ വലിയ സങ്കടം തോന്നിപ്പോയി. ഈ റബീഉൽ അവ്വൽ രാവിലെ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ 12-ന് അന്ന് സുബഹിക്ക് മുത്തുമൂമിനിങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് മുത്ത് റസൂലുള്ളാഹിക്ക് ഒരു ഫാത്തി ഓതി ദ്വാരക്കുക. ആ റസൂലുള്ളാഹിന്റെ പേര് മധുരപാനീയം കൊടുക്കുക. ആ മുസ്ലിമീങ്ങളടക്കം ഇവരുടെ പ്രവാചകന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ് എല്ലാവരും കാത്തിരിക്കുക. നമ്മളെ പിഞ്ചു മക്കള് അവരിങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് റസൂലുള്ളാഹി തങ്ങളെ പേര് പറഞ്ഞിട്ട് സ്വലാത്തും ചൊല്ലിയിട്ട് പോവുക. എല്ലാ ജാതിയും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അമ്പലക്കമ്മറ്റിന്റെ വക പോലും അവിൽ മിൽക്ക് കൊടുക്കുക, നാരായണേട്ടന്റെ വക കാരക്ക കൊടുക്കുക, പാർവതിയടത്ത് തേങ്ങാപ്പൂള് കൊടുക്കുക, ബേക്കറി ബിസ്ക്കറ്റ് കൊടുക്കുക. ഇങ്ങനെ മതസൗഹാർദ്ദത്തിന്റെ വേദി ജോലിക്ക് പോകുന്നവരൊക്കെ നിർത്തിവെച്ചിട്ട് ആ മഹലിന്റെ കെട്ടുറപ്പ് കാണിച്ചുകൊണ്ട് നല്ല ഘോഷയാത്ര. ആ മദ്രസയിൽ അന്ന് വരെ പഠിച്ചുപോയ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾ നടക്കുന്ന സുന്ദരമായ ഇസ്സത്തുള്ളൊരു യാത്ര. മദീനയിൽ നിന്ന് മുത്തു റസൂലുള്ളാഹി ഇങ്ങനെ നോക്കുമ്പോ പടച്ചവനെ, തലശ്ശേരിയിലും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും കണ്ണൂരും മാഹിയിലും ഒക്കെ എൻ്റെ അനുയായികൾ എൻ്റെ അപദാനങ്ങൾ പുകഴ്ത്തിയിട്ട് മദീന തെരുവിലൂടെ ഹസ്സാൻ സാബിത്ത് നടന്നതുപോലെ, എൻ്റെ ബഹുമാനപ്പെട്ട കഅബ ബിൻ സുഹൈർ പാടിയതുപോലെ ചെറിയ മക്കൾ പോലും പാടുന്നല്ലോ. എന്തൊരു സന്തോഷമാണ് റസൂലുള്ളാഹിക്ക്. മൻ ഫരിഹ ബിനാ ഫറഹ്നാ ബിഹി. സുബുലുദ വർഷാദ് കാണാ അല്ലാഹുവിന്റെ ഹബീബ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തതാണ്. മൗലിദ് ഓതണ്ടേ എന്ന ചർച്ച വന്നപ്പോ റസൂലുള്ളാഹി പറഞ്ഞെടുത്ത ഒറ്റ മൂല്യ, മൻ ഫരിഹ ബിനാ. എന്നെ കൊണ്ട് ആരെങ്കിലും സന്തോഷിച്ചാൽ ഫറഹ്നാ ബിഹി, അവര് സന്തോഷം ഞാൻ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് പോരെ ഉമ്മമാരെ നമുക്ക് രക്ഷപ്പെടാൻ, അത് പോരെ ചെറുപ്പക്കാരെ നമുക്ക് രക്ഷപ്പെടാൻ. ആ രക്ഷയുടെ കവചമാണ്, ആ രക്ഷയുടെ കവാടമാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ഇമാമ് കൊട്ടിയടക്കുന്നത്. അതാ മുജാഹിദ് കൊട്ടിയടക്കുന്നത്. തീർന്നിട്ടില്ല, അയാൾ ബാക്കിയും കൂടെ പറഞ്ഞോട്ടെ. കൗസരിൻ്റെ പറ്റിയ സമയമല്ല, പറയും പോയി. കൗസരിന്റെ ബാക്കി കൂടെ ഇട്ടാൽ മതി. തൂക്കുബലത്തിൽ കയറ്റിയിരിക്കുകയാണ്. ഒരു വരി വലിച്ചാൽ വേണ്ട, അത് പേക്ഷതാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹുബൈബർ എല്ലാവരും ഞാൻ തൂക്കിലേറ്റിയത്. ഹുബൈബ് തൂക്കിലേറ്റിയപ്പോഴാണ് ചോദിച്ചത്, തൊഹിബാൻ തക്കുവന മുഹമ്മദ് മക്കാനൊക്കെ വന്തനാജ്, നീ വീട്ടിലിരിക്കുക സുഖമായിട്ട്, എന്നിട്ട് നിന്നെപ്പി തൂക്കിലേറ്റുന്ന സ്ഥാനത്ത് മുഹമ്മദ് നബി ആണെങ്കിൽ
നിനക്കത് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വീട്ടിലിരിക്കുമ്പം മുഹമ്മദ് നബിയുടെ കാലം തൂക്കിലേറ്റാനല്ല, ഒരു മുള്ളു തറക്കും ഇഷ്ടപ്പെടൂല. അത് ഹുബൈബാണ്. ഇയാൾ ആവർത്തിച്ച് ഹബ്ബാബ് 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 എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊരു പക്ഷേ ധാരണപ്പെശാകാവാം, അതുകൊണ്ട് തിരുത്തിക്കോളും. പിന്നെ അടുത്ത് ഭർത്താവ് മരിക്കുക, ഭാര്യ, പിന്നെ മകൻ മരിക്കുക, സഹോദരൻ മരിക്കുക, ഉപ്പ മരിക്കുക, ഒന്നിച്ചൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചോരയാണ്, കൂടപ്പറമ്പുകളാണ്. പക്ഷെ അവർ സന്തോഷങ്ങളെ സ്നേഹിതന്മാരെ, ആ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം എങ്ങനെയാണെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്താണ് ഖുർആൻ പഠിപ്പിച്ച്? ഇത്തിബാ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള അടയാളങ്ങളുണ്ട്. അതും അല്ലാഹു റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ അടയാളം, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പിൻപറ്റുന്നുണ്ടോ, ശരിയായ നിലയിൽ ഇത്തിബാഅ് ചെയ്യുന്നുണ്ടോ? ആ ഇത്തിബാഅാണ് പ്രിയപ്പെട്ട സ്നേഹത്തിന്റെ ഒന്നാമത്തെ അടയാളം. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഖുദൂഹു, ഞാൻ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങളിൽ എന്താണോ ഞാൻ നിരോധിച്ചത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ആലോചിച്ച് നോക്കി, അല്ലാഹു ഇത് ഖുർആൻ ആയത്താണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫത്തഹു. ഈ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ സ്നേഹം ഇത്തിബാ മാത്രമാണ് കിട്ടിയോ? ഇവര് മുജാഹിദ് ഓതുന്ന അതേ ആയത്താ. റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മൗലിദ് ഓതലല്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രകടനം നടത്തലല്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പായസം കൊടുക്കലല്ല. പിന്നെ റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യലാണ്. സുഹൃത്തെ, ഇത്തിബാഉ ഒന്ന്, അതേമയത്ത് മഹബത്ത് ഒന്ന്. ആ മഹബത്ത് പൂർത്തിയാകണമെങ്കിൽ ഇത്തിബാഉ വേണം, അത് വേറെ വിഷയം. അല്ലാതെ പ്രവാചകൻ ചെയ്തതെല്ലാം ചെയ്തെങ്കിലേ പ്രവാചകനോട് സ്നേഹമുള്ളൂ എന്ന് വരും. ഞാൻ ഒറ്റക്കാരൻ എല്ലാവർക്കും അറിയും. ഒരു അറാബിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ഇങ്ങോട്ടായിട്ടില്ലാത്തൊരു അറബി, ഒരു കാട്ടറബി എന്ന് പറയുന്നതാണ് മലയാളത്തിൽ. അയാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ ഇന്നി ഉഹിബ്ബുക, എനിക്ക് അധികം നിസ്കാരം നോമ്പൊന്നും എൻ്റെ അടുത്തില്ല, ഇബാദത്തൊന്നും എൻ്റെ അരികിൽ അധികമില്ല, പക്ഷെ എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹ. അപ്പൊ റസൂൽ എന്താ പറയേണ്ടത്? നോ നോ, അതങ്ങിയിരിക്കൂല. ഇബാദത്തൊന്നും അധികമില്ലാതെ എന്നെ സ്നേഹിക്കാൻ പറ്റൂല, നല്ലോണം ഇബാദത്ത് എടുത്തോ എങ്കിലും രക്ഷ കിട്ടൂന്നാണോ പറഞ്ഞത്? ആ അറാബിയോട് അല്ലാഹുവിന്റെ കാരുണ്യവാനായ പ്രവാചകൻ പറഞ്ഞത്, അൻതമൻ അഹബ്ബുതാ, നിനക്ക് എന്നോട് വല്ല ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ ഇഷ്ടമുള്ളവരെ കൂടെ നീ നാളെ സ്വർഗത്തിലാണ്. ഇത്തിബാഉ വേണം, ഉണ്ടായാലത് പൂർണ്ണമായി. ഇത്തിബാഉ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? റസൂലുള്ള ചെയ്തതെല്ലാം ചെയ്യുക, എല്ലാ സുന്നത്തും എടുക്കുക, എല്ലാ ഫർളും എടുക്കുക. അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. പക്ഷേ അത് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് കരുതിയിട്ട് മൗലിദ് ഓതുകയും മഹബത്ത് വെക്കുകയും ചെയ്യുക എന്നത് പുറത്തുള്ള കാര്യമല്ല. മഹബത്ത് എന്ന് പറഞ്ഞ ഉദാഹരണം പറയട്ടെ. ഞാനിവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ മാഷ് ഒരു സംഖ്യ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു, എന്തേ നിങ്ങളെ കാരക്കൊന്നും അൽഫലാഹിനുള്ളതാണ്, എന്തേ ഒന്നുമല്ല, നിങ്ങളെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് നിങ്ങളെ വല്ലാത്തൊരു മഹബത്ത് തോന്നി. ആ മഹബത്തോട് നിങ്ങളെ സ്ഥാപനത്തേക്ക് തരിക എന്ന് വെച്ചോ നിങ്ങള്. അപ്പൊ ഞാൻ പറയേ, അതുകൊണ്ടൊന്നും മഹബത്താകൂല. മഹബത്താകണോ വലിയ പയടണം, മഹബത്താകണോ തലക്കെട്ട് കെട്ടണം, മഹബത്താകണോ എൻ്റെ ഇത് പറഞ്ഞാൽ എന്താണ് അതിന് മാനാ? മഹബത്ത് വേറെ, ഇത്തിബാഉ വേറെ. പക്ഷെ മഹബത്തിന്റെ പൂർണ്ണത ഇത്തിബാഉലുണ്ട്, അത് വേറെ. പക്ഷേ എങ്ങനെയെങ്കിലും മുസ്ലിം ചെറുപ്പക്കാരെ ചുണ്ടിൽ നിന്ന് മൗലായയുടെ ഈരടികൾ ഒഴിവാക്കണം. എങ്ങനെയെങ്കിലും മുസ്ലിം തറവാടുകളിൽ നിന്ന് മൗലൂദുകൾ നിർത്തിവെപ്പിക്കണം. എങ്ങനെയെങ്കിലും ഓത്തുള്ള പറഞ്ഞ പോലെ എല്ലാ കൊല്ലവും മടങ്ങി വരുമ്പോ നിബിദിനാഘോഷം ഉണ്ടാകുമ്പോ റസൂലുള്ളാഹിന്റെ പുകഴ്ത്തൽ വരും, കുട്ടികൾക്ക് ആവേശം വരും, റസൂലുള്ളാഹിനെ പറ്റി ക്വിസ് ചോദ്യോത്തരങ്ങൾ നടക്കും. എൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന 100 കുട്ടികൾ, അവിടെ താമസിച്ച് പഠിക്കുന്നവർ
അവിടെ സമാജത്തിൻ്റെ കമ്മിറ്റി ഒരു മത്സരം നടത്തി റബീഉൽ അവ്വലിന്. നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, അപ്പോൾ നോക്കുമ്പോഴെന്താ 100ഓളം വിഷയങ്ങളിൽ അവർ മത്സരം നടത്തി. സുബ്ഹാനല്ലാഹ്, നോക്കിക്കോ നിങ്ങൾ എത്രയപ്പത്. ആ ഓരോ കുട്ടികളും 5-6 മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പം അതിലൊക്കെ പ്രവാചകനെ പ്രകീർത്തനം വരും, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിക്കും, ഒരു നവോന്മേഷം കിട്ടും, ഇതര മതസ്ഥർക്ക് റസൂലുള്ളാഹിനെ പറ്റി പഠിക്കാൻ ചാൻസ് ഒരുക്കും. അങ്ങനെ വരുമ്പോൾ വർഗീയത ഇല്ലാതെയാകും, അതോ നാട്ടിൽ പ്രശ്നങ്ങൾ ഇല്ലാതെയാകും, പുതിയ ചെറുപ്പക്കാർക്ക് ഈമാൻ പകരും. അതൊന്നും തന്നെ നടന്നുകൂടാ എന്ന വാസി സിയോണിസ്റ്റുകൾക്കുണ്ട്, അത് ജൂതന്മാർക്കുണ്ട്. അതേ തത്വം മുജാഹിദിനുണ്ട്, അത് ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട്, അത് തബ്ലീഗിനും ഉണ്ട്. അതിൻ്റെ ഒരു രൂപമാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ട ക്ലിപ്പുകളൊക്കെ. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത് മറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഹിഡൻ അജണ്ടയിൽപ്പെട്ട ഒന്ന്, 5 നേരത്തെ നിസ്കാരം നമ്മൾ നടത്തുമ്പം അല്ലാഹു തീരുമാനിച്ചു ഉമ്മമാരെ ആ നിസ്കാരത്തിൽ അല്ലാഹുവിൽ പൂർണ്ണമായി ലയിക്കണം, അത് തക്ബീർ ചൊല്ലണം, നിയ്യത്ത് വെക്കണം. അതൊന്നും പോരാ. ആ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നിസ്കാരം നിങ്ങൾക്ക് പഠിപ്പിച്ച, അല്ലാഹുവിനെ നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി തന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ മുത്തു നബിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കണം. ആ കണക്ഷൻ ഉണ്ടാക്കാൻ അല്ലാഹ് കണ്ട മാർഗം എന്താ? ആ നിസ്കാരത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ. അത് നിങ്ങൾ വീടിനകത്ത് വെച്ചിട്ട്, അത് നിങ്ങൾ കൊടുവള്ളിയിലാണെങ്കിലും തലശ്ശേരി ടൗണിലാണെങ്കിലും ഇനി അല്ലാതിൻ്റെ അപ്പുറത്ത് കണ്ണൂര പള്ളിയിലാണെങ്കിലും, നിങ്ങൾ എവിടെ നിന്ന് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാലും ആ സലാം നിങ്ങൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇമാം ഗസാലി ഇമാം പറയുന്നു, വഅഹ്ലിർ ഫീ ഖൽബിക നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വശഖ്സഹുൽ കരീം. നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, മുത്ത് റസൂലുള്ളാഹിനെ കൊണ്ടുവന്നോ. ഇത് സമസ്തയുടെ തീരുമാനമല്ല, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, ഹഫളഹുല്ലാഹു വറഅ. അല്ലെങ്കിൽ ബഹുമാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ സ്റ്റേറ്റ്മെന്റ് അല്ല. അല്ലെങ്കിൽ ബഹുമാന്യനായ നജീബ് മൗലവി സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. അല്ലാഹു സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ മാനസികമായ പൊരുത്തം കൊടുക്കട്ടെ. ഇമാമ പറയുന്നത്, മനസ്സിൽ നബി തങ്ങളെ കൊണ്ടുവന്നു, എന്നിട്ട് ഫഖുൽ സലാമുൻ അലൈക അയ്യുഹൻ നബിയു, എന്നിട്ട് സലാം പറഞ്ഞോ. ഫല്യസ്തുഖ് അമലുക, നിന്റെ മനസ്സിലെ പ്രതീക്ഷ വേണ്ടത് ചെറുപ്പക്കാരെ കേട്ടോ, അന്നഹു യബ്ലുഹു സലാം. ഈ തലശ്ശേരിയിലോ കണ്ണൂരോ മാഹിയിലോ കൊല്ലത്തോ കോഴിക്കോടോ വെച്ച് നീ പറയുന്ന സലാം മദീനത്തെ മുത്ത് റസൂലുള്ളാഹി കേൾക്കും. വയറുദ്ദു അലൈക മാ ഹുവ ഔഫാ മിൻഹു, നീ അങ്ങോട്ട് പറയുന്ന സലാം അതിനേക്കാൾ ബെറ്ററായി മുത്ത് നബി ഇങ്ങോട്ട് മടക്കും. ഇത് നീ ശരിക്കും മനസ്സിലാക്കിക്കോ. അവിടെ മുജാഹിദ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ജമാഅത്തുകാരൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവോ പേര് കേട്ടാ റളിയല്ലാഹു അൻഹു ചെല്ലുന്ന വലിയ നേതാവായി സ്വർഗാവകാശിയായിട്ട് അവർ പരിചയപ്പെടുത്തുന്ന ഇസ്മായിൽ ദഹ്ലവി എന്ന ഖോജ അവരുടെ നേതാവാണ്. അയാൾ കിതാബ് സിറാത്തെ മുസ്തഖീം എന്ന കിതാബ്, ഈ കിതാബിന്റെ 148-ാമത്തെ പേജ് ഞാൻ വായിക്കാൻ കാരണം ഇന്നലെ എനിക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്കൊരു കിതാബില്ല, ആ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ട് എന്ന് തെളിയിച്ചു തന്നാൽ കുമാരപ്പുറത്ത് കോട്ടക്കലിനപ്പുറത്ത് നാഷണൽ ഹൈവേയുടെ സൈഡ് ചനക്കലിൻ്റെ അടുത്ത് 10 സെന്റ് സ്ഥലം തരാം എന്നൊരു വെല്ലുവിളിയുണ്ട് ഉസ്താദെ, കിതാബ് കാണിച്ചു കൊടുക്കുമോ? ഞാൻ പറഞ്ഞു 10 കൊല്ലം മുമ്പ് കോഴിക്കോട് ടൗണിൽ 2 ഏക്കർ തെങ്ങും തോട്ടം തരാമെന്ന് വെല്ലുവിളിച്ചിരുന്നു. ഞാനത് കൊണ്ടുപോയി നോക്കുമ്പോൾ അമ്മിക്കുട്ടി വെള്ളത്തിൽ പോയതുപോലെ ഒരു നൊരയും കൂടി കാണണില്ല. ഇപ്പം തബ്ലീഗുകാരും കേൾക്കാനില്ല. അതുകൊണ്ട് ഞാൻ സംശയിക്കണ്ട, നാളെ തബ്ലീഗിൻ്റെ പള്ളി നീ മാമ പ്രസംഗിക്കണ്ട. ആ കിതാബ് പൊക്കിപ്പിടിച്ചിട്ടാ ഞാൻ പറയുന്നത്. अपनी बीबी की मुजामत का ख्याल बेहतर है और शेख या उसी जैसे उस बुजुर्ग की तरफ ख्वाब जनाब रिसालत माब ही हो, अपनी हिम्मत को लगा देना. अपने बैल और गद्दे की सूरत में मुस्तरिक होना से बुरा है.
നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും മഹാന്മാരെ പ്രതിഷ്ഠിച്ചാൽ അത് അല്ലാഹുവിൻ്റെ റസൂൽ തന്നെയായിരുന്നാലും ശരി, അതെ, അത് നിങ്ങൾ കഴുതയെ ചിന്തിക്കുന്നതിനേക്കാൾ, നിങ്ങളെ കാളയെ ഓർക്കുന്നതിനേക്കാൾ മോശമാണ്. അഷ്റഫുൽ ഖൽഖിന്റെ ചിന്തയിൽ ചിന്തിക്കാൻ പാടില്ല. ഇത് ഉറുദുവിൽ എഴുതിയതിന് പുറമെ മലയാളത്തിൽ ന്യായീകരിച്ച 2 കോപ്പിയുണ്ട്. ഞാനത് മാഷ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് എടുത്തു നോക്കുമ്പോൾ മാഷ് എന്നോട് ചോദിച്ചു, ഇതിൻ്റെ പുതിയ കോപ്പിയൊന്നും കിട്ടിയിട്ടില്ലേ? മാഷ് എടുത്ത് ചിലപ്പോൾ പഴയ കോപ്പി ഉണ്ടാകും. എൻ്റെ അടുത്ത് പുതിയ കോപ്പിയുണ്ട്, പഴയ കോപ്പിയുണ്ട്. അമ്മോശൻ ഉസ്താദുമായ അണ്ടോൺ ഉസ്താദിൻ്റെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ആ ഉസ്താദിൻ്റെ അലമാരത് കിട്ടിയ കോപ്പി വേറെയുമുണ്ട്. ആ പച്ച മലയാള കിതാബിലൊക്കെ ന്യായീകരിച്ചതാണ്. ഇനിയും മൗലൂദ് പോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യാൻ പാടില്ല എന്ന് ഇതേ കാസിമി തന്നെ പ്രസംഗിച്ചത്, ഇതേ കൗസർ തന്നെ പ്രസംഗിച്ച ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പല ഭാഗത്തും അത് ഇട്ടിട്ടുണ്ട്. അഥവാ തലശ്ശേരി 4 വർക്കൽ ഖത്തീബായി ഇയാൾ ഉണ്ടായിരുന്നല്ലോ, ഇപ്പറഞ്ഞ സുബൈർ കൗസരി. ആ കൗസരിയുടെ പ്രസംഗത്തിൽ തന്നെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യുക എന്ന് ഏർപ്പാടില്ല എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മരിച്ചവർക്ക് വേണ്ടി ദിക്ർ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോകുന്ന സമയത്ത് ദിക്ർ ചെല്ലുന്നതിനെ കളിയാക്കിയിട്ടുണ്ട്. തൽഖീറിനെ പറ്റ വിമർശിച്ചിട്ട് അയാൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കേട്ടത് മരിച്ചു വീട്ടൊക്കെ ചെന്ന് അയാൾ ദ്വാരക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാ. അങ്ങനെ ഗ്ലാസ്തോത്തും പരിസ്ത്രോയിക്കയും വന്നിട്ടുണ്ടാകും. പുതിയ ജിബിരിൽ വഹയിറക്കി കൊടുത്തിട്ടുണ്ടാകും. ഏതായാലും നന്നാക്കട്ടെ അല്ലാഹു എല്ലാവരെയും. ചുരുക്കി പറഞ്ഞാൽ ഉമ്മമാരെ, ഉസ്താദ് ഞാൻ വരുന്ന സമയത്ത് ഉണർത്തിയതുപോലെ എനിക്ക് മരിക്കണം, നിങ്ങൾക്കും മരിക്കണം. അല്ലാഹു നമുക്ക് അവൻ്റെ പൊരുത്തത്തെ ദീർഘായുസ് തരട്ടെ. പക്ഷേ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, വിനീതനായ പത്തപ്പേരി അബ്ദുൾ റഷീദ് സഖാഫി മരിച്ചാൽ, ഈ ഒരവസ്ഥയിൽ മരിക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്തേ? ഒന്ന് പത്രത്തിൽ ഒരു അനൗൺസ് വന്നാൽ, വാട്സപ്പിൽ പ്രഖ്യാപനം വന്നാൽ, കേരളത്തിലെ മുക്കുമൂലകളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ചെറിയ ഖാദിം എന്ന രീതിയിൽ ഒരുപാട് മയ്യിത്ത് നിസ്കാരം എനിക്ക് ലഭിക്കും. തബ്ലീഗിന്റെ നേതാവ് തന്നെ പരിഹസിക്കുകയാണ്. ആ നിസ്കാരം കൊണ്ട് കാര്യമില്ലെന്ന കൗസറിന്റെ ക്ലിപ്പുള്ളത്. സമയം വൈകിയത് കൊണ്ടാണ് ഞാൻ ക്ലിപ്പൊന്നും ഇടാത്തത്. പിന്നെ ഉമ്മമാർക്കും വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എൻ്റെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ 19ഓളം മാഫ്ദീങ്ങൾ, ഇപ്പോൾ പഠിക്കുന്ന 19ഓളം മാഫ്ദീങ്ങൾ, അതിൻ്റെ പുറമെ എൻ്റെ പ്രിയപ്പെട്ട പഠിച്ചിറങ്ങിയ മുത്തലിമീങ്ങൾ, ഇപ്പോൾ പഠിക്കുന്ന ശിഷ്യന്മാർ, എൻ്റെ മുഹിബീങ്ങളൊക്കെ ഓരോ ഖത്തം ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എൻ്റെ ഖബറിലേക്ക് കിട്ടുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ഞാനത് പറയാൻ കാരണം, എൻ്റെ വാപ്പ മരിച്ചപ്പോൾ ഞാൻ ഈ നാട്ടിലില്ല, യമനില ഞാനുള്ളത്. പക്ഷേ വാപ്പാക്ക് വേണ്ടി ഖത്തപ്പറ കെട്ടിയതും ഖത്തമുകൾ ഓതിയതും ഞാൻ പറഞ്ഞിട്ടല്ല. അല്ലാഹു വാപ്പാൻ്റെ ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ. എൻ്റെ ഉമ്മ വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അല്ലാഹു ഹയാത്താണ് ഖൈറെങ്കിൽ പെട്ടെന്നുള്ള ശിഫ കൊടുക്കട്ടെ. മൗത്താണ് ഖൈറെങ്കിൽ അല്ലാഹു തീരുമാനം നടപടിയാക്കി കൊടുക്കട്ടെ. ഇപ്പോഴും വരുന്ന സമയത്ത് വെള്ളം കൊടുത്തിട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നത്. അല്ലാഹുവേ, മാതാപിതാക്കളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞാൻ പറയുന്നത് എനിക്ക് പ്രതീക്ഷ ഉള്ളതുപോലെ ഇരിക്കുന്ന പ്രവർത്തകരെ നിങ്ങൾക്ക് പ്രതീക്ഷയില്ലേ? ഉമ്മമാരെ നിങ്ങൾക്ക് പ്രതീക്ഷയില്ലേ? നിങ്ങൾ ഭക്ഷണം കൊടുത്ത മുത്തല്ലിമീങ്ങൾ, നിങ്ങൾ ഭക്ഷണം കൊടുത്ത മദ്രസയിലെ ഉസ്താദുമാർ, അവർ നിങ്ങൾക്ക് ദുആ ചെയ്യുമെന്ന് പ്രതീക്ഷയില്ലേ? എന്നാൽ മുജാഹിദായാലോ ജമാഅത്ത് ഇസ്ലാമി ആയാലോ തബ്ലീഗ് ആയാലോ റസൂലുള്ളാഹിക്ക് പോലും ഒരു ഫാത്തിഹ ഓതൂല, റസൂലുള്ളാഹിക്ക് പോലും യാസീൻ ഓതൂല, ആ മുത്തനബിക്ക് ഒരു മൗലിദ് ചൊല്ലൂല. അവരുണ്ടോ നിങ്ങൾക്ക് ഫാത്തിഹ ഓതുന്ന്? അവരുണ്ടോ നിങ്ങൾക്ക് യാസീൻ ഓതുന്ന്? മക്കയിൽ വരെ പോയി പോന്നാലും മദീനത്ത് റസൂലുള്ളാഹിന്റെ ജാറത്തുങ്ങൾക്ക് പോകൂല. എന്തേ? അതും കൗസരിന്റെ പ്രസംഗത്തിലുണ്ട്. അല്ലാഹുമ്മ ലാ തജിൽ ഖബരി വതൻ യുബദ്, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല റബ്ബേ എൻ്റെ ഖബർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ പരിപാടിയാണ് ജാറം കെട്ടലും ഉറൂസ് നടത്തലും ഒക്കെ എന്ന്. മദീനത്ത് ജാറമുണ്ട്, അവിടെ സിയാറത്ത് നടക്കുന്നുണ്ട്, മൗലൂദ് ഓതുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. തബ്ലീഗുകാരൻ അങ്ങോട്ട് അടുക്കൂല, മുജാഹിദ് അടുക്കൂല, ജമാഅത്ത് അടുക്കൂല. എന്തേ? മക്കത്തെ പള്ളിയിൽ 1,00,000 കൂലിയാ, ഒരു റക്അത്തിന് 1,00,000 കൂലിയാന്ന് കൂട്ടിക്കോ. മദീനത്തത് 10,000 അല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ പോണത്? മുത്ത് റസൂലുള്ളാഹിന്റെ റൗള സന്ദർശിക്കാനാ, ഹബീബുമായി ബന്ധം സ്ഥാപിച്ചിട്ട് ആഖിറം രക്ഷപ്പെടാനാ. ആ
ചിന്ത തബ്ലീഗിനില്ല, മുജാഹിദിനില്ല, ജമാഅത്തിനില്ല. മുത്ത് റസൂലുള്ളാഹിന്റെ ഖബറിൽ പോകാത്ത തബ്ലീഗുകാരനാണോ? എൻ്റെ പുതിയാപ്പളിയായി വന്നാൽ, എൻ്റെ മരുമകനായാൽ, എൻ്റെ മകനായാൽ എൻ്റെ ഖബറിൽ വരുന്നത് പ്രതീക്ഷിക്കണ്ട. മരിച്ചിട്ട് മയ്യത്തിങ്ങനെ കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും ബന്ധപ്പെട്ടവരെ ഒന്ന് ഖുർആൻ ഓതുമ്പോ മുജാഹിദാണോ എഴുന്നേൽപ്പിക്കും, ജമാഅത്താണോ എഴുന്നേൽപ്പിക്കും. തബ്ലീഗുകാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് എൻ്റെ അനുഭവത്തിൽ പറയാൻ കഴിയും. ഞാനെതിരെ പ്രസംഗിച്ചിട്ടുമുണ്ട്. ചുരുക്കത്തിൽ മകനോ മക്കളോ തബ്ലീഗായി കഴിഞ്ഞാൽ അവരെ പള്ളിയിലേക്ക് എങ്ങാനും അടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ മക്കളെ പറഞ്ഞേച്ചാൽ, തബ്ലീഗിൻ്റെ ആളുകളെ പുതിയ അപ്പളിയായിട്ട് സ്വീകരിച്ചാൽ, അവർ വരുമ്പോൾ ആദരിച്ചാൽ, ഉറപ്പിച്ചോ മുത്തുനബിൻ്റെ പൊരുത്തം കിട്ടൂല. നിന്റെ ഖബറിങ്ങൾക്ക് സിയാറത്തിന് വരൂല. എൻ്റെ മയ്യത്തെടുക്കുമ്പോൾ യാസീൻ ഓതൂല. മരിച്ചു കിടക്കുന്നിടത്ത് ഖുർആൻ ഓതൂല. നിന്റെ വീട്ടിൽ 3, 7, 14, 40 ആണ്ടും നടക്കൂല. മരിക്കുന്നതോടെ കഴിഞ്ഞു കഥ. ആഖിറത്തിലെത്തുമ്പോഴോ അവിടെ ഔലിയാക്കന്മാര് വരും, അമ്പിയാക്കന്മാര് വരും, മഹാമനീഷകൾ വരും. അവരെയൊക്കെ ശഫാഅത്തോടെ രക്ഷപ്പെടണമെന്ന ചിന്തയിൽ നമ്മൾ മൗലൂദിലൂടെ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഇവരെ മുഴുവനും ക്യാൻസലാക്കിയതാണ്. റസൂലുള്ളാഹിനെ പറ്റി പഠിക്കാൻ ചാൻസ് ഒഴിവാക്കിയതാണ്. അവിടെയും നമുക്ക് രക്ഷ കിട്ടൂല. അതേ സമയത്ത് രക്ഷ കിട്ടണമെങ്കിൽ ഉപ്പമാരുടെ ഉസ്താദുമാരുടെ പാരമ്പര്യത്തിലൂടെ വന്ന് കേരളത്തിൽ ബഹുമാനപ്പെട്ട മാലിക് ദീനാറും കൂട്ടരും ഇസ്ലാം കൊണ്ടുവന്നതാണ്. ആ കൊണ്ടുവന്ന പള്ളികൾ എടുത്തു നോക്കിക്കോ, എല്ലാ പള്ളിയിലും ജാറമുണ്ട്. നമ്മുടെ തൊട്ടടുത്ത പള്ളിയിലെ ധർമ്മടത്തെ പള്ളി, ആ പള്ളിയിലും ജാറമില്ലേ? ഇസ്ലാം കേരളത്തിലേക്ക് കൊണ്ടുവന്നവരെ ജാറമില്ലേ? കാസർഗോഡ് പള്ളിയിൽ, മാലിക്കിന പള്ളിയിൽ ജാറമില്ലേ? അതേപോലെ തന്നെ തൃശ്ശൂർ നമ്മൾ പോയി നോക്കിയാൽ മാലിക് ദിനാർ ഉണ്ടാക്കിയ ചേരമാൻ പള്ളിയിൽ മക്കബറയില്ലേ? അങ്ങനെ ലോകത്ത് കറങ്ങിക്കോ നീ. ഇമാം ഷാഫി തങ്ങൾക്ക് മക്കബറയില്ലേ? അബൂ ഹനീഫ തങ്ങൾക്ക് മക്കബറയില്ലേ? ആർക്കാ മക്കബറില്ലാത്ത? ഇമാം ബുഖാരി തങ്ങൾക്ക് മക്കബറയില്ലേ? ഓസുല്ലാദവന് ബഗ്ദാദിൽ മക്കബറയില്ലേ? റിഫായി ഷേഖിന് ബസ്രയുടെയും ബഗ്ദാദിനും ഇടയിലുള്ള ആ റോഡ് സൈഡിൽ അവിടെ മക്കബറയില്ലേ? അതേപോലെ ലോകത്ത് കഴിഞ്ഞു പോയ ആർക്കാ സഹോദരങ്ങളെ മക്കബറയില്ലാത്തത്? ആ മക്കബറ മുഴുവനും വേണ്ടെന്നല്ലേ തബ്ലീഗിന്റെ വാദം, അതല്ലേ ജമാഅത്തെ ഇസ്ലാമിന്റെ വാദം. ആ മക്കബറിലൊക്കെ സിയാറത്ത് ചെയ്ത നമ്മൾ, ഫാത്തിഹ ഓതിയ നമ്മൾ, ആഖിറത്തിലെത്തുമ്പോൾ ബദരീങ്ങളെ കാണുന്നു, മൊയ്തീ ശൈഖനെ കാണുന്നു, റിഫായി ശൈഖനെ കാണുന്നു, അഹ്മദുൽ ബദവി തങ്ങളെ കാണുന്നു, ഷാദുലി തങ്ങളെ കാണുന്നു. സുബ്ഹാനല്ലാഹ്, റിഫായി ശൈഖിനെ പോലെ മഹാന്മാരെ കണ്ട് അവസാനം ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദ് അവർകളും ഇവരതും കളവ് പറയാറുണ്ട്. കുത്തുബി ഉസ്താദ് തബ്ലീഗിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന്. പച്ചക്കളവാണ്. ആ കുത്തുബി ഉസ്താദ് ആ സമസ്തയിലേക്ക് കത്തെഴുതിയത് അടുത്ത മുശാവറയിൽ തന്നെ തീരുമാനമെടുക്കണം, ഇനി ഒട്ടും വൈകിച്ചുകൂടാ എന്ന് ചെറുജാൽ മുഹമ്മദ് ബിൻ കുത്തുബി എന്ന് ഒപ്പിട്ടത് കണ്ട് കടലാസന്റെ കയ്യിലുണ്ട്. ആ കുത്തുബി ഉസ്താദ് തബ്ലീഗിനെ അംഗീകരിച്ചു എന്ന് പച്ച കളവാണ് ഇവർ പറയുന്നത്. ആ കുത്തുബി ഉസ്താദിനെ കടിച്ച പാമ്പ് ചത്തത് ആ കുത്തുബി ഉസ്താദൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളെ തൊട്ടടുത്ത് ചൊക്കളി പോയ ആ കുത്തുബി ഉസ്താദിനെ മക്കബറ കാണാൻ കഴിയും. അങ്ങനെ കുത്തുബി ഉസ്താദും അബ്ദുൽ ഖാദർ താനിയും തുടങ്ങിയിട്ട് ബടപട്ടണത്തെ ബഹുമാനപ്പെട്ട തങ്ങളവിടെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഈ അടുത്ത് മരണപ്പെട്ടു പോയ വടകരോറ്, അതുപോലെ വല്ലത്തൂർ പാപ്പയും ശൈഖുനാ ശിയമ്പലുള്ളയും അടക്കമുള്ള എല്ലാ ഔലിയാക്കന്മാരും മൗലിദ് ഓതിയവരാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മൗലിദ് ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ റൗളയുടെ പൂട്ട് മൗലിദ് ഓതിയിട്ട് തുറപ്പിച്ച ആളാണ്. ഇമാം സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മൗലിദ് ഉണ്ടാക്കിയ സയ്യിദ് മഖ്ദൂമിനെ നരകത്തിലാണെന്ന തബ്ലീഗിന്റെ ഖാസിമിന്റെ വാദം. അതേ തബ്ലീഗിന്റെ ഇമാമിന്റെ വാദം അങ്ങനെയാണ്. അതല്ലേ ഉമർ ഖാദിയും മൗലിദ് ഓതിയില്ലേ? ഉമർ ഖാദി നരകത്തിലാണെന്നല്ലേ വാദം വരിക? ഇവരൊക്കെ നരകത്തിൽ തള്ളിയിട്ട് ഉമ്മമാരെ നമുക്ക് സ്വർഗത്തിൽ പോകണോ, ചെറുപ്പക്കാരെ സ്വർഗത്തിൽ പോകണോ? അതുകൊണ്ടൊന്ന് ഉറപ്പിച്ചോ, റസൂല മിൻ ബഅദി മാ തബയ്യന ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ.
ഒരു പക്ഷേ നിങ്ങൾ തബ്ലീഗായാലും ജമാഅത്തായാലും ബിസിനസ്സിന് മുടക്കം വരൂല, കച്ചവടത്തിന് മുടക്കം വരൂല, ജോലിക്ക് മുടക്കം വരൂല, കാശ് നല്ലവണ്ണം കിട്ടിയെന്നൊക്കെ വരും. പക്ഷേ അല്ലാഹു ദുനിയാവിൽ അങ്ങനെ നിങ്ങൾക്ക് സമ്പത്ത് തരും. ആഖിറത്തുൽ വനുസുലിഹി ജഹന്നമ വസാത്ത് മസീറോ. സകല ഔലിയാക്കളെയും അമ്പിയാക്കളെയും തള്ളിയിട്ട് മഖബറകൾക്കൊക്കെ തന്നെ അനാചാരമാക്കിയിട്ട് ഉറൂസും മൗലൂദും തെറ്റാക്കിയിട്ട് ആ നീങ്ങുന്ന ടീമിൻ്റെ കൂടെ കൂടിയാൽ നുസുലിഹി ജഹന്നമ വസാത്ത് മസീറോ, നരകത്തിലേക്ക് പോകേണ്ടി വരും. പടച്ചറബ് കാത്ത് രക്ഷിക്കട്ടെ.